You are watching Butterfly Entertainments and we have Neeraja Sethudas. അല്ല നീരജ ദാസ്. ഏകദേശം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 12 വർഷം. അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഈ 12 വർഷമായിട്ടുള്ള ആർട്ടിസ്റ്റ് ആണോ? സൂര്യയിലൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, എൻ്റെ മാതാവ് എന്നൊരു പ്രൊജക്റ്റ്. എൻ്റെ മാതാവ് സൂര്യയിൽ നല്ല അത്യാവശ്യം നന്നായിട്ട് പോയ പ്രൊജക്റ്റ്. അപ്പം അതിനകത്ത് നമ്മുടെ വേണു ഡയറക്ടർ വേണുചേട്ടൻ ഇങ്ങനെ ഞാൻ ചെയ്തപ്പോൾ ഒരു സീൻ ചെയ്ത് പറഞ്ഞു, ഇത് നീരജ സിനിമയിലൊക്കെ ചെയ്ത് നന്നായിരിക്കും, ഇങ്ങനെയൊക്കെ അഭിനയിച്ചു. സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എനിക്കിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ ഇല്ല, സേഫ് അല്ല. മോഡലിംഗ് എന്നല്ല, ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പോൾ ചില എക്സ്പോസ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന ചില ഇതുണ്ട്, സബ്ജക്റ്റ് അല്ല, ചില ഷൂട്ടും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് മോഡലിംഗ് ആയിരിക്കാം, വർക്കായിരിക്കാം. ചിലർ വിളിച്ചിട്ട് തന്നെ പറയുന്നത് ഇങ്ങനെ ആയിരിക്കാം. പക്ഷെ അത് നമ്മളെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വർക്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എങ്ങനെയാണ് എന്ന് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്കെപ്പോഴും അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. കമന്റ്സിനെയൊക്കെ എങ്ങനെ ഡീൽ ചെയ്യുന്നത്? അല്ല, ഏത് നമ്മള് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അല്ല, ഞാൻ കമന്റിനൊന്നും പ്രതികരിക്കാത്ത ആളാണ്. അതാണ് എൻ്റെ പ്രത്യേകത. വായിക്കുമെന്ന് വെച്ചാൽ നല്ല റീച്ച് പോണ വീഡിയോസിനാണ് കൂടുതൽ കമന്റ് വരുന്നത്. അതൊക്കെ ആ കമന്റ് ഇടുന്ന അക്കൗണ്ടുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ എന്താ പറയാ, അത്രയും നന്നായിട്ട് മാനേജ് ചെയ്യുന്ന അക്കൗണ്ടാണെന്ന് പറയാൻ പറ്റില്ല. ഈ കുറേയൊക്കെ ഫേക്ക് അക്കൗണ്ടും ചിലവർക്ക് ഒരു ഇതുണ്ടല്ലോ, അതായത് അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് അവരാ കാണിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ളത് സിനിമയെക്കാളും സീരിയലാണെന്നുള്ളൊരു അഭിപ്രായമുണ്ടോ? സിനിമയെക്കാളും സേഫ് എന്ന് പറയുമ്പോൾ അവസരങ്ങൾ കുറച്ചും കൂടി കിട്ടുന്നു, അല്ലെങ്കിൽ സീരിയലാണെന്നോ അവസരങ്ങൾ? അല്ല, സീരിയലിൽ അവസരങ്ങൾ കിട്ടുന്നുണ്ട്, അതുണ്ട് എല്ലാവർക്കും. എനിക്ക് തോന്നുന്ന പോലെ കൂടുതലും ലേഡീസ് ക്യാരക്ടേഴ്സ്. അല്ല, ഇപ്പം നമ്മളൊരു സീരിയൽ എടുത്തോ തന്നെ, ട്രെയിലർ എടുത്ത ഒരു സീരിയൽ ടീച്ചർ എടുത്ത് നോക്കിയാൽ തന്നെ അതിനകത്ത് എത്ര ലേഡി ക്യാരക്ടേഴ്സ് വരും നമുക്ക് എണ്ണമൊക്കെ അറിയാം. കോമ്പറ്റീഷൻ വരുന്നത് ഞാൻ ചെയ്തത് IBBF-ന്റെ മിസ്റ്റർ എറണാകുളത്തിൽ വുമൺസ് മോഡൽ ഫിസിക്കലാണ് ഞാൻ മത്സരിച്ചത്. അപ്പോൾ അങ്ങനെ 2 വർഷം ചെയ്തപ്പോഴും നമ്മളുടെ കൂടെ അന്ന് ഫസ്റ്റ് കിട്ടിയ കുട്ടിയൊക്കെ ഈ കോസ്റ്റ്യൂമാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ, അതായത് മിസ്റ്റർ എറണാകുളം കേരളം എന്ന് എടുത്ത് നോക്കണം, ഈ കഴിഞ്ഞ 2 വർഷം ബിക്കിനി, അതായത് നമ്മൾ നാഷണൽ ലെവലിൽ ആളുകൾ ചെയ്യുന്ന പോലെ അത് 2 പീസ് ഇട്ടിട്ടാണ് വരുന്നത്. Hello everyone, you are watching Butterfly Entertainments and we have Neeraja Sethudas. അല്ല, നീരജ ദാസ്. അത് ഞാനായിട്ട് എനിക്കിട്ട പേരാ. നീരജ എന്നല്ല, ഇൻസ്റ്റാഗ്രാമിൽ നീര സേതുദാസ് ഞാൻ അങ്ങനെ ഒരു ഇത് കൊടുത്തു. ശരിക്കും ഒഫീഷ്യൽ നെയിം നീരജ ദാസ് എന്നാണ്. അച്ഛനാണ് ആക്ച്വലി, അത് ഷോർട്ട് ശിവദാസിന്റെ ദാസ് അങ്ങനെ ഇട്ടേക്കോ. സേതു എന്റെ അമ്മയുടെ പേര്, അമ്മയുടെ കൂടെ എടുക്കാൻ ഞാൻ ഇൻസ്റ്റയിൽ അങ്ങനെ ഇട്ടതാ. സ്വന്തം കണ്ടുപിടുത്താണ്. വെറുതെ ഒരു മെയിൽ ID നമ്മളെ പണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോഴേ അങ്ങനെ സേതു അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ആഡ് ചെയ്തത്. ഓക്കെ, എനിക്ക് തോന്നുന്നു 2012 മുതൽ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ഇൻഡസ്ട്രിയിൽ. അപ്പൊ ഏകദേശം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 12 വർഷം. അങ്ങനെ പറയുന്നതെന്ന് വെച്ചാല് ഈ 12 വർഷമായിട്ടുള്ള ആർട്ടിസ്റ്റ് ആണോ? കാര്യം നമ്മള് ഇങ്ങനെ എന്താ പറയാ, ഇപ്പൊ അറിയാലോ, എല്ലാവരും ഒരു ടൈമിന് ഇങ്ങനെ പീക്കായിട്ട് കയറി പോലെ. നമ്മളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ അങ്ങനെ വേണം നമ്മുടെ കരിയർ എന്ന് പറഞ്ഞാൽ. ഞാൻ ടെലിവിഷനിലാണ് വന്നത്. അപ്പം 2013, ശരിക്കും 2012 എൻ്റെ കഴിഞ്ഞു. 13 മുതൽ പിന്നെ ആങ്കറിംഗ് ആണ് സ്റ്റാർട്ടിങ്. അതാണ് നമ്മുടെ തുടക്കം. ആങ്കറിംഗ്, MC, അത് കഴിഞ്ഞ സീരിയലിലേക്ക്, പിന്നെ സിനിമ, അങ്ങനെ ഒരു ഗ്രാഫാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു 12 years ജേർണി എന്ന് പറഞ്ഞാൽ അതൊന്ന് ഓർക്കാൻ വരുന്ന ഒരു ഷോർട്ടായിട്ട് എങ്ങനെ പറയാം? ഷോർട്ടായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ വർക്ക് കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ നല്ല എന്താ പറയുക എൻജോയ് ചെയ്യുന്നൊരു ടൈമായിരിക്കും. കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ടൊരു പ്രൊഫഷനാണ്, നമ്മുടെ പാഷനാണ്. പക്ഷെ അഥവാ നമുക്കൊരു ബ്രേക്ക് വന്നാൽ നമ്മൾ ഏറ്റവും എന്താ പറയുക നമ്മളെ തന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്നൊരു പ്രൊഫഷനായി മാറും. പക്ഷെ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം, വേറെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള കാര്യം ഒരു എന്താ പറയുക കൺസിസ്റ്റൻറ്റ് ആയിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഇൻഡസ്ട്രി. അതാണ് എനിക്ക് 12 വർഷം കൊണ്ടുള്ള എനിക്കുള്ളൊരു ഫീഡ്ബാക്ക്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. നേരത്തെ വെച്ച് നോക്കുമ്പം നമ്മളിപ്പോൾ ഒരു 13-14 ടൈമിൽ നോക്കുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ല. നമ്മുടെ FB ഒക്കെ വന്ന സമയമാണെങ്കിൽ അത് കഴിഞ്ഞ് ഇൻസ്റ്റ വന്നപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ആയി.
അപ്പം നമുക്കിപ്പോഴും എന്താ പറയുക, നമ്മൾ സെർച്ച് ചെയ്ത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്താം. അപ്പം പിന്നെ എൻ്റെ ഒരു മെൻറ്റാലിറ്റി മാറി. ഞാൻ ഭയങ്കര ഒരു കംഫർട്ട് സോണിൽ പോയിരുന്ന ഒരാളാണ്. അതായത് ഇപ്പം എൻ്റെ ഒരു ബിഗിനിങ് ടൈം എന്ന് പറയുമ്പം ഈ വർക്ക്, അതായത് ഇപ്പം എൻക്വയറീസ് ഒക്കെ വരുന്നത് എൻ്റെ അമ്മയിലേക്കാണ് വന്നിട്ടുള്ളത്. അതായത് അമ്മയാണ്, അതായത് നമ്മളെക്കാളും മുൻപ് അമ്മ ആർട്ടിസ്റ്റ് ആണെന്ന് ആഗ്രഹിച്ച ആളാണ്. അമ്മ രണ്ടൊന്നും വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർ ടോട്ടലി വേറെ HR ഫീൽഡായിരുന്നു അമ്മ. അപ്പോൾ അമ്മയും പിന്നെ അച്ഛനും അതെ. അപ്പോൾ അവർക്കാണ് ആദ്യം തോട്ടം ഉണ്ടാവുന്നത്. നമ്മൾ പഠിച്ച് ഞാൻ ആലോചിച്ച് +2 ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഇപ്പം അമ്മ HR പ്രൊഫഷൻ ആയതുകൊണ്ട് ഞാനും കരുതിയിരുന്നത് അപ്പം ഞാൻ MBA ഒക്കെ ചെയ്ത് അങ്ങനെ കൂടെ പോവാം, ഇതൊക്കെയാണ് ആലോചിക്കുന്നത്. പക്ഷെ ഞാൻ സ്കൂൾ ടൈമിലൊക്കെ ഭയങ്കര ഈ ആർട്സ് നന്നായിട്ട് കൊണ്ടുപോകും. അതായത് ഇപ്പോൾ പാട്ട്, ഡാൻസ്, ഡ്രാമ, ഇതെല്ലാം ഫുൾ ഓണാണ് ഞാൻ. അതെ, അത് നമുക്ക് ഇഷ്ടമാണ്, അതിലെല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്തായാലും നമ്മൾ ആലോചിക്കണില്ല, ഞാൻ തന്നെ തേടി കണ്ടുപിടിച്ച് ഞാൻ ഇതിലൊക്കെ വരുന്നു, അങ്ങനെ ആലോചിക്കുന്നില്ല. അപ്പോൾ അതിൽ എന്നെ ഹെൽപ്പ് ചെയ്ത് ശരിക്കും അമ്മ തന്നെയാണ്. അപ്പോൾ അമ്മ ആ സമയത്ത് FB-യിലൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യും. ആ ടൈമിലൊക്കെയാണ് നമ്മുടെ FB ആക്റ്റീവായിട്ട് നമ്മളെല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്കറിയുന്ന കുറച്ച് പേര് എൻക്വയറി ഒക്കെ ചെയ്താണ് ഞാൻ കൈരളി ചാനലിൽ ഇങ്ങനെ ആങ്കറായിട്ട് വരുന്നത്. അങ്ങനെ തൊട്ടടുത്ത ടൈം തന്നെ ഞാൻ മനോരമയിൽ, മഴവിൽ മനോരമയിൽ ഫസ്റ്റ് പ്രോജക്റ്റ് പട്ടുസാരിയായിരുന്നു. അങ്ങനെ അപ്പം ഞാൻ പറയും, ഞാനൊരു എന്താ പറയുക, ഇപ്പം എനിക്ക് ചില ആളുകളുണ്ട് ഒരു ചാൻസ് ഒക്കെ ചോദിച്ച് ഭയങ്കര അവോയ്ഡിങ് ഒക്കെ കിട്ടി നടന്നിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാർ വന്നിട്ടുള്ളവരുണ്ട്. എൻ്റെ തുടക്കം അങ്ങനെയല്ല. ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പം അങ്ങനെയല്ല, എൻ്റെ ഇപ്പം എൻ്റെ അമ്മ ഹെൽപ്പ് ചെയ്യാൻ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. നമ്മളിലേക്ക് ഇങ്ങനെ വരികയാണ്, നമ്മുടെ ലക്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. പക്ഷേ ഈ ലക്ക് ഫാക്ടർ എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ അത് മാറും, കുറച്ച് സമയം കഴിയുമ്പോഴേ. നമ്മൾ നന്നായി ഹാർഡ് വർക്ക് എൻട്രി കിട്ടാൻ ഈ ലക്ക് ഫാക്ടർ അതുകൊണ്ടിട്ട് ചിലവർക്ക് അത് കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്ക്. കാര്യം എനിക്ക് ആ കിട്ടി വന്നത്, പിന്നെ അതിനുശേഷം ഞാൻ ഹീറോയിനായിട്ട് വന്ന പ്രോജക്റ്റാണ് ഭാഗ്യലക്ഷ്മി. തൊട്ടടുത്ത് തന്നെയാണ് പ്രോജക്റ്റ് വരുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു റിയാലിറ്റി ഷോസ് ഒക്കെ ചെയ്തു. അപ്പം നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ അങ്ങ് പോകുമ്പോൾ. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ടൈമിങ് എനിക്ക് തോന്നുന്നു, ഇപ്പം ഹീറോയിൻ ആണെങ്കിലും ഞാൻ പറയുന്നത് ടെലിവിഷൻ്റെ കാര്യമാണ്. ഹീറോയിൻസിന് ഒരു ടൈം ഉണ്ട്, ഒരു 3-4 ഇയേഴ്സ് അവർ അടുപ്പിച്ച് കുറേ പ്രൊജക്റ്റ് ചെയ്യും. പിന്നെ പുതിയ ആർട്ടിസ്റ്റുകൾ വരും, അതെ കാണില്ല കുറച്ച് കഴിഞ്ഞ്. പിന്നെ എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളൊരു ഐക്കോണിക് ആയിട്ട് ക്യാരക്ടർ ഒരു സമയത്ത് ചെയ്തു വെച്ചവരുണ്ടാവും. ഇവർ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പിന്നെ വരും, ഒരു ഏജ് വേറൊരു ഏജ് കാറ്റഗറി ആയിരിക്കും. അങ്ങനെ അമ്മ വേഷങ്ങൾ അതൊക്കെ ആയിരിക്കും. പക്ഷെ അത് തന്നെ ആയിരിക്കും മെയിൻ ലീഡ് റോള്. അമ്മയായ ഒരു ക്യാരക്ടറായിരിക്കും മെയിൻ നായിക എന്ന് പറയുന്ന പോലെ. അപ്പോൾ സീരിയലിൻ്റെയൊക്കെ അവസ്ഥ അങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം എന്താ പറയുക, നമ്മൾ ഇതിനകത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ആയതുകൊണ്ടും എനിക്കാണെങ്കിലും ഇപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകൾ വേറെ സൈഡായിട്ട് വേറെ ജോബ് ചെയ്യുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. ഞാനങ്ങനെ വേറെ ജോബല്ല, ഇപ്പം ഇപ്പം ടോക്ക് ഷോസോ അല്ലെങ്കിൽ ഹോസ്റ്റായിട്ടോ അതൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ വേറൊരു ജോബ് എന്നങ്ങനെ ചിന്തയെ പോയില്ല, കാര്യം ഇതിൽ വന്ന ശേഷം അങ്ങനെ. പട്ടുസാരി ആണല്ലോ കരിയർ സ്റ്റാർട്ടിങ്. അപ്പൊ ഈ സീരിയലിൽ ഒരു എൻട്രി കിട്ടിയത് കൊണ്ട് സിനിമയിലേക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ ഞാൻ നമ്മളുടെ കോണ്ടാക്റ്റ് ആണ്, അതായത് ഉദയകൃഷ്ണ, അവരൊക്കെ നമുക്ക് പരിചയം ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ഫാമിലിപരമായിട്ടൊക്കെ നമുക്ക് അറിയായിരുന്നു. അപ്പം ഒരു 2016 ടൈമിൽ ഞാൻ ഈ പ്രൊജക്റ്റ് ഭാഗ്യലക്ഷ്മി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഞാൻ ചെയ്ത ഒരു വിഷ്വൽ, ഒരു സീൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയുണ്ടായി അങ്ങനെ. അപ്പം നമ്മുടെ ആ സിനിമയുടെ അതേ വിഷ്വലാണ്, അതായത് മാസ്റ്റർ പീസിൽ ഞാൻ ചെയ്ത വർക്ക് എന്ന് പറയുമ്പം അതിലൊരു വിഷ്വൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഹൈഡ് ചെയ്തിരുന്നിട്ട്. അപ്പം അങ്ങനെ അതും ഞാൻ പറഞ്ഞ വെച്ചാൽ ഞാനായിട്ട് ഡയറക്റ്റ് പോയിട്ടല്ല, നമുക്ക് പരിചയം ഉണ്ടായപ്പോൾ നമ്മളിങ്ങനെ ഒരു ചർച്ചയിൽ ഇങ്ങനെ വരികയാണ് അങ്ങനെയെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നു. പക്ഷെ അതെനിക്ക് ഇപ്പോഴും എന്താ പറയുക ഭയങ്കര പ്രൗഡാണ്, മമ്മൂക്കയുടെ കൂടെ ചെയ്യാനൊക്കെ പറ്റുകയെന്ന് പറഞ്ഞാൽ. കാര്യം അത് അങ്ങനെ കൺഫേം ആയിരുന്നു. ഇപ്പം നമ്മൾ വന്ന് അഭിനയിച്ച് പോകുമ്പോൾ അവർ പറഞ്ഞിരുന്നു നമ്മൾ പറയാം എന്ന് പറഞ്ഞു. ഇപ്പോൾ പലയിടത്തും കേട്ടിട്ടുണ്ടല്ലോ പല ആർട്ടിസ്റ്റുകളെ വിളിച്ചിട്ട് പിന്നെ മാറ്റിയുന്നത്. പക്ഷെ എന്തോ എൻ്റെ ഭാഗ്യം അത് നമുക്ക് തന്നെ വിധിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു എൻട്രി വലിയൊരു നടൻ്റെ കൂടെയാണ് എന്തായാലും കിട്ടിയത്. അപ്പൊ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ ഫോട്ടോ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതെ ഇതിൻ്റെ ഒരു മെമ്മറി എനിക്ക് എന്താണെന്ന് വെച്ചാൽ മമ്മൂക്ക സെറ്റിൽ വരുമ്പോഴേക്കേ എനിക്ക് ഒരു ടോട്ടൽ 10 ഡേയ്സ് പല കറക്റ്റ് എന്താ പറയുക സിമിലർ അടുപ്പിച്ചല്ല, ഓൾട്ടർനേറ്റീവ് ഒന്നും അല്ല, പല മന്തായിട്ട്. ഇത് ശരിക്കും ഒരു 9 months ഒക്കെ എടുത്തു ഈ മൂവി മൊത്തം ഷൂട്ട് ചെയ്യാൻ. അതെ കംപ്ലീറ്റ് ആവാം. നമ്മൾ പല സമയത്താണ് കാണാറുള്ളത്. അപ്പോഴൊക്കെ ഞാൻ ഒരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മ പറയും പോയി എടുക്കുക, ഇങ്ങനെ പേടിച്ച് നിൽക്കണ്ടെന്ന് പറയാം. ഞാനിങ്ങനെ അടുത്ത് വന്നു കഴിയുമ്പോഴേ എന്താ പറയാ അതങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണ്. 2017 ടൈമാണ്. ആരാധിക്കുന്ന ഒരാള് അല്ല ചില അപ്പൊ അമ്മ പറയല്ല നീ ഇങ്ങനെ നിൽക്കുവോ മടിച്ച് നിൽക്കുവോ, ചില പിള്ളേരാണെങ്കിൽ ഓടിപ്പോയി എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അവസാനം ഞാൻ ഇതൊരു സോങ് സീൻ ഷൂട്ട് ചെയ്യുന്ന ടൈമായിരുന്നു. അവസാനം മമ്മൂക്ക വന്ന് നിന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് മമ്മൂക്ക എനിക്കൊരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം അതിനെന്താന്ന് പറഞ്ഞു മമ്മൂക്കേനെ എടുത്തു. അല്ല നമുക്ക് എടുത്തു തന്നെ, അത് നമുക്ക് എടുത്തു തന്നെ, അല്ല അത് ഞാൻ മമ്മൂക്കനെ എടുത്തു തന്നെ. ഇത് പറഞ്ഞു എടുത്തു.
അതെന്തൊക്കെ എനിക്ക് ധൈര്യം വന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ കൊല്ലത്ത് ഫാത്തിമ മാതാ കോളേജിൽ ഷൂട്ട് ഉണ്ടായിരുന്നു, അവിടെയും പോയി പിന്നെ എടുത്തു. അങ്ങനെ അപ്പൊ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ സംസാരിച്ച് ഒരു മമ്മൂക്കൊക്കെ എന്നെ മനസ്സിലായി, ഓ ഇന്നൊരാൾ പടത്തിലുണ്ട്, നമ്മളൊന്നിച്ച് വർക്ക് ചെയ്യുക, ആ ഒരു കുറച്ച് കമ്പനിയായി അങ്ങനെ. അപ്പോൾ പിന്നെ ആ ഒരു ടെൻഷനൊക്കെ പോയി. പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നു അതൊരു അവർ വരുമ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ ഓറയാട്ടോ. കാര്യം അത് മമ്മൂക്ക നേരിട്ട് കണ്ടുള്ളവർക്കൊക്കെ ഒരു ഇതുണ്ടാകും. പക്ഷെ ഒരു നമ്മളൊരു റൂമിലേക്ക് മമ്മൂക്ക ഒരുപാട് ആളുകളോട് വരുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഫോക്കസ് അവിടെ ആയി പോകും. അതെന്തോ ഒരു സ്പെഷ്യാലിറ്റിയാണ് മമ്മൂക്കയുടെ. അതെ 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 അത് നമ്മളറിയില്ല. ഇപ്പം പറഞ്ഞു വരുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ ഈ ഒരു ഓറ എന്നൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെ എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു ഇതായിരിക്കില്ല അത്. അപ്പിയറൻസ് കൊണ്ട് മാത്രമല്ല, എന്തോ സംതിങ് ഡിഫറെന്റ് ഉണ്ട് അതിനകത്ത്. ഇപ്പൊ ചാൻസസ് ചോദിക്കാൻ മടിയാണ് എന്ന് പറഞ്ഞല്ലോ, ഇതിപ്പോ സെൽഫ് മാർക്കറ്റിംഗിന്റെ കാര്യം. അപ്പൊ അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി അവസരങ്ങൾ കിട്ടും. അല്ല, ഇനിയിപ്പം ചോദിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെയല്ല. ഇപ്പൊ ഇന്നത്തെ ഡയറക്ടേഴ്സും ഇന്നത്തെ ഓരോ പ്രോജക്റ്റുകൾ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അന്ന് ഒരു 5 years ബാക്ക്, അത്രയും വർഷം മുമ്പ് അവർ എഫേർട്ട് പ്ലാനിങ്ങിലുണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ അന്ന് അവരെ കണ്ട് മീറ്റ് ചെയ്ത് നമ്മളെന്താ പറയുക, ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ വർക്ക്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വരുമല്ലോ ഈ പ്രോജക്റ്റിൽ. അല്ല, ഇന്ന് ഓൾമോസ്റ്റ് എല്ലാവരും അല്ലാണ്ട് ഇപ്പം നമ്മൾ ജസ്റ്റ് കണ്ടിട്ട് ആരെയും വിളിച്ചിട്ട് നിങ്ങൾക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ വന്നോളൂ, ഇതൊന്നും അല്ല. എല്ലാവരും നമ്മൾ പരിചയമുള്ളവർ തന്നെയാണ് വരുന്നത്. അപ്പം അങ്ങനെയൊന്നും അതെന്താണെന്ന് വെച്ചാൽ അതിനകത്തൊരു കാര്യം, ഇപ്പം ഈ ടെലിവിഷൻ ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വേറൊന്നും ആലോചിക്കില്ല. അതെന്താണെന്ന് അറിയാം, അതൊരു തരം ആ വർക്കിനുള്ളൊരു കാര്യം. അതിങ്ങനെ 15 days ചിലപ്പോൾ 20 days ഒക്കെ ഉണ്ടാവും ഷൂട്ടിങ്, ഇങ്ങനെ കണ്ടിന്യൂസ് പോവാം. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നില്ല, അപ്പോൾ ഇനി നമ്മൾ നാളെ സിനിമയിൽ വന്നിട്ട് നമുക്ക് വേറെയൊക്കെ ചോദിക്കാൻ പോകണം. നമ്മളിത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്യുക. കാര്യം ആ പേയ്മെന്റ് കിട്ടുന്നുണ്ട്. അപ്പം അന്ന് അത്രയും ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പിന്നെ ഫ്യൂച്ചർ ഇപ്പം നമ്മൾ ആ ടൈം ചിന്തിക്കുകയാണ്, ഒരു 5 years കഴിയുമ്പോൾ ഇനി എന്താണ് ഈ പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ നമ്മുടെ വർക്കിന്റെ പാറ്റേൺ മാറും, അപ്പം നമ്മൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നൊന്നും ചിന്തിക്കുന്നില്ല. ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാം ആളുകൾ ചെയ്ത് തുടങ്ങുമ്പോഴാണ് എന്നെ പോലെ തന്നെ ഒരുപാട് പേർക്ക് ചിന്തിച്ചിട്ടുണ്ടാവും, ഇനി നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റിക്ക് പോകാവുന്ന രീതിയിൽ. പിന്നെ ഇത് മാത്രമല്ല, പിന്നെ ഇപ്പം ആളുകൾ കൂടിയെന്ന് പറഞ്ഞാൽ, അപ്പം അതുകൊണ്ട് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ ആലോചിക്കും, ഓക്കെ ഇവർ വരുന്നുണ്ടല്ലേ, എന്നാൽ പിന്നെ നമുക്ക് 2-3 നേരം കൂടെ ഒന്നുകൂടി നോക്കിയിട്ട്. അപ്പോൾ അവർ ചിലപ്പം ന്യൂ കമേഴ്സ് ആയിരിക്കും. അപ്പോഴാണ് നമുക്കൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, അറിയാമല്ലോ നമ്മളിപ്പോൾ ഏത് പ്രൊഫഷൻ ആണെങ്കിലും എക്സ്പീരിയൻസ് വൈസ് നമുക്ക് എന്ത് കൂടും, നമുക്ക് സാലറി എല്ലാം കൂടും. ഇപ്പം ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ന്യൂ കമർ വരുമ്പോഴത്തേക്കും അവർ വിചാരിക്കും, ഇവർ വിളിക്കുമ്പോൾ ഇത്രയും കൊടുക്കണ്ടേ ഇവർക്ക്, ഓക്കെ എന്നാൽ പിന്നെ ന്യൂ കമർ വെക്കാം. അവിടെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി മാറുന്നത്. ആ ഒരു മൊമെന്റിലാണ് നമ്മൾ പിന്നെ ആലോചിക്കണം, നമുക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലോട്ട് വരാം. നമ്മളെങ്ങനെയൊക്കെ നമുക്കൊന്ന് എന്താ പറയുക എല്ലാവരും മുന്നിൽ പ്രസന്റ് ചെയ്യാം. നമ്മുടെ എന്താ എല്ലാ ടാലൻസ് തന്നെയാണ് എന്തായിരുന്നു പറഞ്ഞാൽ, അതായത് വെറുതെ ഒരു ഷോ ഓഫ് എന്ന് പറയുന്ന ഒരു പരിപാടി എനിക്കാണെങ്കിൽ താല്പര്യമില്ല. അങ്ങനെയല്ല, അത് ആളുകൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, എന്റർടൈൻമെന്റ് ആയിരിക്കണം. അങ്ങനെ ഓക്കെ. ഈ ഫിറ്റ്നസിനോടുള്ളൊരു ഇഷ്ടം അല്ലെങ്കിൽ അത് എങ്ങനെ വന്നത്? അതും ഇങ്ങനെ തന്നെ, ഈ ആക്ടിങ് ഒക്കെ ഇറങ്ങിയ ടൈമിന് ശരിക്കും അല്ല, എനിക്ക് ഈ ചെറിയ പ്രായത്തിലായിരുന്നു, ഞാൻ ഇങ്ങനെ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ചെറിയ പ്രായത്തിലെ ഒരു ജനറ്റിക്കലി ഇങ്ങനെ ബോഡി ടൈപ്പ് അങ്ങനെയാണ്, ഗെയിൻ ആവുന്നൊരു ബോഡി ടൈപ്പ് ആയിരുന്നു. പക്ഷെ അതൊന്നും അപ്പം ചിന്തിക്കുന്നില്ല. പിന്നെ ഇതിനെ വർക്കിനൊക്കെ ഇറങ്ങി ഞാൻ തമിഴ് മൂവി ചെയ്തിട്ടുണ്ട്. സീരിയലിൽ കഴിഞ്ഞിട്ട് 2015-16 ടൈം സഗ എന്നൊരു മൂവി ചെയ്തിട്ടുണ്ട്. ആ ടൈമിന് കുറച്ചിങ്ങനെ ഓഡീഷൻസ്, അവിടെ ഇങ്ങനെ കുറേ ചെറിയ ബഡ്ജറ്റ് പടങ്ങളുണ്ടല്ലോ, നമ്മുടെ ഇവിടുത്തെ പടങ്ങൾ തമിഴിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും അവിടെ മറ്റേ ഇതുണ്ടാവും, നമ്മുടെ എന്താ പറയുക സ്ക്രീൻ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ചെല്ലുമ്പോൾ തന്നെ പറയുന്ന കാര്യം, നെക്സ്റ്റ് ടൈം വരുമ്പോൾ കുറച്ച് വെയിറ്റ് ഒക്കെ കുറച്ച് വരണം. അപ്പോൾ അന്നാണ് എനിക്ക് ആദ്യമായിട്ട് തോന്നിയത്, ഇതൊരു പ്രശ്നമാണല്ലേ, എനിക്ക് അങ്ങനെ തോന്നി തുടങ്ങി. പിന്നെ നമ്മൾ ആ സമയത്തൊക്കെ അന്നത്തെ ഇറങ്ങണം, അപ്പോൾ തമിഴ് പടമാണെങ്കിൽ എല്ലാം കാണുമ്പോൾ എല്ലാവരും ലീന. അപ്പോൾ നമ്മുടെ മനസ്സിലാണെങ്കിലും വിചാരിക്കും ഇത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഭയങ്കര സക്സസ് ആയിട്ട് അന്ന് ശ്രദ്ധിക്കുന്നില്ല. അപ്പം നമ്മുടെ മനസ്സിൽ എങ്ങനെയോ ഒരു ബിലീഫ് വരികയാണ്, ഇങ്ങനെ നമ്മൾ വെയിറ്റ് കൂടിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ അല്ലാതെ നോർമൽ ലൈഫിലാണെങ്കിലും നമുക്കിപ്പോൾ എന്തോ കോസ്റ്റ്യൂം ഉണ്ടെങ്കിലും അറിയാലോ, നമ്മൾ സാധാരണ ഒരാൾ ചിന്തിക്കുന്ന പോലെ തന്നെ. പിന്നെ ചില എന്താ പറയുക ബുദ്ധി ഇല്ലാത്ത ഫ്രണ്ട്സ് തന്നെ പറയേണ്ടിയിരുന്നു പറഞ്ഞാൽ, അല്ല നമ്മൾ ഈ ചില കമൻറ്റുകളൊക്കെ ബോഡി ഷേമിങ് ആണത്. അന്നത്തെ എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്, ചിലവരൊക്കെ അന്നൊക്കെ പറഞ്ഞ ചില കമൻറ്റുകളൊക്കെ. അപ്പോൾ എല്ലാം കൂടെ വന്നത്തേക്കും പിന്നെ ആലോചിച്ചില്ല, ഒന്ന് ചേഞ്ച് ആകണം എന്ന് മൈൻഡിൽ ആലോചിച്ചു. പക്ഷേ അതും അതിലേക്ക് വരാനും കുറച്ച് ടൈം എടുത്തു. കാര്യം ഇപ്പം അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞൊരു ടൈം ചെയ്തപ്പോഴാണ് ഒരു ചെറിയൊരു കോൺട്രവേഴ്സി അല്ല, കുറച്ച് അഭിപ്രായങ്ങൾ ഉണ്ടായത്. അതായത് ഇപ്പം മോസ്റ്റ്ലി ഞാൻ പ്രിഫർ ചെയ്ത് ജിമ്മാണ് വർക്കൗട്ടിന് വേണ്ടി വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ ഡാൻസൊക്കെ പ്രൊഫഷണൽ ഡാൻസറല്ല, ഡാൻസൊക്കെ എല്ലാം ചെയ്യും. അപ്പോൾ ഞാനങ്ങനെ വെയിറ്റ് കുറയ്ക്കലും മെയിൻറ്റെയിൻ ആവുന്ന ജിമ്മിൽ പോയി. അപ്പോൾ ഈ ആദ്യം പോയ ജിമ്മൊന്നും കറക്റ്റ് ആയിരുന്നില്ല. പിന്നെ നമ്മളൊരു ജിമ്മിലെത്തി, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ട്രാക്ക് മെയിൻറ്റെയിൻ ആയി പോയി.
ഇനിയിപ്പം നമുക്ക് നിർത്താൻ പറ്റില്ല, എന്തായാലും അതങ്ങനെ കൊണ്ടുപോകുക. ലൈഫിന്റെ ഒരു ഭാഗമാണ്. അതെ അതെ, അതത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഇതൊക്കെ നമ്മൾ ഇപ്പം മീഡിയയിലൊക്കെ വരുന്നവർ ഇതിനെപ്പറ്റി സംസാരിക്കും. അല്ലാണ്ട് നോക്കിയാലും പണ്ടത്തെ, അതായത് ബാക്ക് ഇയേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ഇവിടെ നമ്മൾ ഇഷ്ടം പോലെ ജിമ്മ് കൂടി, ആളുകൾ നടക്കാൻ ഇറങ്ങി, എല്ലാവരും ഭയങ്കര ഫിറ്റ്നസ് മൈൻഡ് ആണ് ശരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമാണെങ്കിലും വരും അല്ല, എന്തെങ്കിലും രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ, ആ ഒരു മെന്റാലിറ്റി എല്ലാവർക്കും വന്നിട്ടുണ്ട്. അങ്ങനെ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫറും അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഈ വണ്ണത്തിന്റെ പേരിൽ മിസ്സായിട്ടുണ്ടോ? അങ്ങനെ മലയാളത്തിൽ ഇല്ല. അതാ പറഞ്ഞത്, എനിക്ക് അത്യാവശ്യം ഇപ്പത്തെക്കാളൊക്കെ വണ്ണമുള്ളപ്പോഴാണ് ഞാൻ മാസ്റ്റർ പീസ് ചെയ്യണത്. പക്ഷെ അങ്ങനെ ഇല്ല, എനിക്ക് മലയാള സിനിമയിൽ അങ്ങനെ വന്നിട്ടൊന്നുമില്ല. മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ അവസരങ്ങൾ, ഇത് ഞാൻ ടെലിവിഷൻ ചെയ്തുകൊണ്ട് എനിക്ക് അവസരം പോയിട്ടുണ്ട്, അങ്ങനെ പോയിട്ടുണ്ട്. ഞാൻ ഒരു പ്രോജക്റ്റ്, നല്ല നല്ല പ്രോജക്റ്റുകൾ എന്താ പറയുക, നമ്മളിതുപോലെ തന്നെ ഏകദേശം ഒരു കൺഫർമേഷനൊക്കെ ആയി വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, അല്ല ഇപ്പോൾ ഇവർ ഇത് സീരിയലില്ലേ, ഈ പ്രൊജക്റ്റിലില്ലേ, ഇപ്പോൾ അവർക്കൊരു വേറെ മൈൻഡ് തോന്നി, അയ്യോ ഇനി ഇവർ ലീഡൊക്കെ ചെയ്യണോണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ അതിനകത്തൊരു ഫ്രഷ് ഫേസ് ആയിരിക്കില്ല എന്നൊക്കെ ഒരു തോന്നൽ അന്നത്തെ കാലത്ത്. ഇന്നിപ്പോൾ നമ്മൾ ക്യാരക്ടേഴ്സ് റോള് ചെയ്യുന്നവരാണെങ്കിലും അത് ടെലിവിഷനിലും ഉണ്ട്, അവർ ഫിലിമിലും ഉണ്ട്, അങ്ങനെയൊക്കെയാണ് അത്. എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും ഒരു അതായത് വെസറ്റൈലായിരിക്കുക, നമ്മൾ ഒരു പാറ്റേൺ കൊടുക്കുമ്പോഴേ നമ്മളെ എല്ലാവരും ഇതിലേ ചിന്തിക്കുള്ളൂ, ഇവർക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ, ഇവർ ഈ ലുക്കിലേ വരുള്ളൂ അങ്ങനെ സംഭവം. അല്ല ഇപ്പൊ ഇന്റർവ്യൂവിന് വരെ മാറി വന്നതുപോലെ, ഇന്റർവ്യൂവിന് മാറുന്നെങ്കിൽ ഇതിപ്പോ എന്റെ പഴയ സീലൊക്കെ എടുത്ത് നോക്കുന്നത്, ഞാൻ ഏകദേശം മറ്റേ ഈ ഒരു ഗെറ്റപ്പിലൊക്കെ ആയിരുന്ന ഒരു കാലത്ത് ഒരു സമയത്ത് എപ്പോഴും ഇങ്ങനെ എന്താ പറയാ കുർത്തയൊക്കെ ആയിട്ട്, അല്ല എന്നെ അങ്ങനെ കുറെ കുർത്ത വീട്ടിലിരിക്കുന്നുണ്ട്. ഡ്രസ്സ് നിങ്ങൾ തന്നെ വാങ്ങിക്കണം, അത് വലിയൊരു നഷ്ടമാണ് ശരിക്കും. സീരിയൽ ഇനിയുള്ള കാലത്ത് ഞാൻ ഇനി ചെയ്യുകയാണെങ്കിൽ എല്ലാം സ്പോൺസർ ചെയ്യണം. സീരിയല് ശരിക്കും ഒരു മെജോറിറ്റി എമൗണ്ടും പോകുന്നത് കോസ്റ്റ്യൂമിലാണ്. നമുക്ക് കിട്ടുന്ന പേയ്മെന്റിന്റെ ഒരു ഭാഗ്യത്തിന് വേണ്ടി അതെ അതെ, കോസ്റ്റ്യൂമിൽ പോകും. ഇപ്പോൾ അന്നത്തെക്കാളും ഇപ്പോൾ ഞാനൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക, കോസ്റ്റ്യൂം അങ്ങനെ ഭയങ്കര റിച്ച്നെസ് അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര കളർഫുൾ അങ്ങനത്തെ പരിപാടിയല്ല. എല്ലാം നല്ലൊരു മെച്ചൂർഡ് ക്യാരക്ടർ ആയിരിക്കും. ഒരു വീട്ടിലെ ഇപ്പം എന്താ ഒരു വർക്കിംഗ് ലേഡി അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം കുറച്ചും കൂടെ റിയലിസ്റ്റിക് പരിപാടികളാണ് ശരിക്കും നേരത്തെ വെച്ച് നോക്കുമ്പോൾ. ഇപ്പം എന്ന് പറഞ്ഞാൽ കുറേയും കൂടെ ഇത് അട്രാക്ട് ചെയ്യാൻ വേണ്ടി കോസ്റ്റ്യൂംസ്. അപ്പോൾ ഇപ്പോൾ ഉള്ള ആർട്ടിസ്റ്റുകൾ എന്തായാലും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ടാകും. അല്ല പിന്നെ വെച്ചാൽ കുറേ ഇപ്പം ഇതുണ്ടല്ലോ കൊളാബുകളും, നമുക്ക് കുറേ പ്രൊമോഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും. പിന്നെ ഞാൻ ചെയ്ത ഫസ്റ്റ് പ്രോജക്റ്റ് മാത്രം നമുക്ക് ഭയങ്കര ലാഭമായിരുന്നു. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, പട്ടുസാരി ടൈറ്റിൽ പോലെ തന്നെ ഞങ്ങൾ എല്ലാവരും സാരി യൂസ് ചെയ്തിരുന്നു. അപ്പൊ വെച്ചാൽ അതിലവിടെ മഹാലക്ഷ്മി ടെക്സ്റ്റൈൽസ് അവരായിരുന്നു എല്ലാം സ്പോൺസർ ചെയ്തിരുന്നത്. അത് വില്ലത്തിയായിരുന്നു. അതെ അതെ അതെ, അത് നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു. ഇപ്പോഴും ഇപ്പൊ കുറെ പേര് നമ്മുടെ ഈ പഴയ പ്രോജക്റ്റുകളിൽ അല്ലെങ്കിൽ നല്ല ഹിറ്റായി പോയ സീരിയലൊക്കെ ചില കോമഡി സീനൊക്കെ ഇങ്ങനെ ചന്ദ്രമഴയൊക്കെ കണ്ടില്ല ഇപ്പൊ ഇതുപോലെ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ കുറെ ഫ്രണ്ട്സ് ഇതുപോലെ പണ്ടത്തെ നമ്മുടെ സീനൊക്കെ എടുത്ത് ഇങ്ങനെ അയച്ചിട്ടുണ്ടോ അത് കാണുമ്പോഴത്തേക്ക്. പക്ഷെ എനിക്ക് അങ്ങനെ ഭയങ്കര ക്രിഞ്ച് അങ്ങനെയല്ല, പക്ഷെ എന്നാലും അത് ആ ടൈമിനൊരു അഭിനയമാണ്. ഫസ്റ്റ് പ്രോജക്റ്റ് ആണല്ലോ, ഫസ്റ്റ് ക്യാരക്ടറാണ് അത്. അങ്ങനെ ഈ ക്രിഞ്ച് ഫീൽ ചെയ്യാറുണ്ടോ ചില സീനുകളൊക്കെ കാണുമ്പോഴത്തേക്കും? അല്ല എനിക്കിപ്പോഴും ഞാൻ നോക്കണത് ഇപ്പൊ ഞാൻ ചെയ്തത് അങ്ങനെ ഇരിക്കുന്നോ ഞാൻ ചിന്തിക്കുള്ളൂ. കാര്യം ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പം അല്ല അന്നത്തെ സമയത്ത് നമ്മൾ അവിടെ ബെസ്റ്റാ അല്ല അങ്ങനെ തന്നെയാണ്. അല്ല ഞാൻ എനിക്ക് ആ ക്യാരക്ടർ അന്ന് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന്. ഇപ്പം നമ്മളുടെ ഡയറക്ടർ MSC സാറാണ്, അതിലാണ് ഒരു അവാർഡ് കിട്ടിയത്. തിക്കുറിശി ഫൗണ്ടേഷൻ്റെ ന്യൂ ഫേസ് അവാർഡ് കിട്ടിയ ഒരു വർക്കായിരുന്നു അത്, പട്ടുസാരിയുടെ. അപ്പം അതെനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു ചെയ്യാന്ന് പറഞ്ഞാൽ. കാര്യം നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്ത് വേണം ഡയലോഗും ഡയലോഗ് പറയുന്നതനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ബോഡി ലാംഗ്വേജ് കൊണ്ടുപോകാം. അപ്പോൾ നമ്മളൊരു വില്ലിനെസ് ഉണ്ടോ എന്ന് ആലോചിക്കാം. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇനിയിപ്പം മൊത്തത്തിൽ എല്ലാവർക്കും ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ കുറച്ച് ഈസി ആണോ എന്നുള്ളൊരു ഇതുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ എന്നാലും എനിക്ക് നല്ല അപ്രീഷിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറാണത്. പക്ഷേ ഭാഗ്യലക്ഷ്മിയോട് വന്നപ്പോൾ ഞാൻ നന്നായിട്ട് വെള്ളം കുടിച്ചായിരുന്നു. അത് വേറൊരു ക്യാരക്ടറായിരുന്നു. കാര്യം അത് ഒന്നാമതേ ദേവമകൾ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് സൂര്യയിലെ റീമേക്ക് ആയിരുന്നു. അപ്പോൾ ഇത് ഓൾറെഡി ഇവർ പറയുന്നുണ്ട്, റെഫറൻസ് ആയിട്ട് ഇതൊന്ന് കണ്ടോളാൻ പറയുന്നുണ്ട്. അത് ഞാൻ കാണുമ്പോൾ നമുക്കിപ്പോൾ എന്താ, അതൊരു മൂത്ത ചേച്ചി ക്യാരക്ടറാണ്, രണ്ടുപേര് അനിയത്തി താഴെയുണ്ട്, അച്ഛനോടും അമ്മയോടൊക്കെ ഭയങ്കര എന്താ പറയുക ഒരു മെച്ചോർഡ് ക്യാരക്ടർ. ഞാൻ വിചാരിച്ച് ഈസിയാണെന്ന് കരുതി ഞാൻ പോയി. ഞാൻ ആദ്യത്തെ ഒരു 1-2 ആഴ്ച ശരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ആ ക്യാരക്ടറായിട്ട് സിങ്ക് ആവാനേ, ഇപ്പം നമ്മൾ കരയുന്ന രീതി വേറെ, ഇവർ സംസാരിക്കുമ്പോൾ വേറൊരു മോഡുലേഷൻ എല്ലാം വേറെയാ. അപ്പോൾ ഞാനതിനെ ആലോചിച്ചു, ഞാൻ ചെയ്തിരുന്ന ആർട്ടിസ്റ്റ് ഞാൻ മറ്റേത് ചെയ്തില്ലേ. അപ്പോൾ ഒരു ചിന്തയായി. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് കഷ്ടപ്പാടുണ്ട്, ഒരുപാട് ഓരോ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മീറ്ററിലേക്ക് നമ്മൾ എത്തണമെന്ന് എപ്പോഴും ഇല്ല. പ്രത്യേകിച്ച് സീരിയലിൽ പിന്നെ നമുക്ക് ഒരു ടൈം കിട്ടും.
സിനിമയാണെങ്കിൽ പറഞ്ഞാൽ ഒരു ചെറിയ വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ടാവും, പിന്നെ നേരെ സിനിമ ഷൂട്ട് തുടങ്ങുകയല്ലേ എന്ന് പറഞ്ഞാൽ. ഇത് പിന്നെ വെച്ചാൽ നമ്മളൊരു 2-3 months കഴിയുമ്പോൾ നമ്മളെ ക്യാരക്ടറായി മാറും. അതിനകത്ത് അങ്ങനെ പിന്നെ നമുക്ക് ആ ഒരു അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ആക്ഷൻ പറയുമ്പോഴത്തേക്കും നമ്മളെ ക്യാരക്ടറാണ്. കാര്യം നമ്മുടെ മുമ്പിലേക്കാണ് നമ്മളുടെ ക്യാരക്ടേഴ്സും ഫാമിലി അങ്ങനെയാവും ഡെയിലി ചെയ്യുന്ന കാര്യമായി. പിന്നെ അതെ റുട്ടീൻ ആവുമല്ലോ അങ്ങനെ. ഇപ്പൊ ബോഡി ഷേമിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, കുഞ്ഞില് മുതൽ അത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സജീവമാണ്. ഇപ്പൊ അതെ അല്ല ഇപ്പൊ ഞാൻ മൊത്തത്തിൽ പൊതുവെ ആൾക്കാർക്ക് ബോഡി ഷേമിങ്ങിന്റെ കാര്യത്തിനെ പറ്റിയുള്ള ടോപ്പിക്സ് ഒക്കെ ഉണ്ട് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് കമന്റ്സ് വരുമ്പോഴത്തേക്കും ആ നെഗറ്റീവ് കമന്റ്സിനെയൊക്കെ എങ്ങനെ ഡീൽ ചെയ്യുന്നത്? അല്ല ഏത് നമ്മളെ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അല്ല ഞാൻ കമന്റിനൊന്നും പ്രതികരിക്കാത്ത ആളാ. അതാണ് എന്റെ പ്രത്യേകത. വായിക്കുമെന്ന് വെച്ചാൽ നല്ല റീച്ച് പോണ വീഡിയോസിനാണ് കൂടുതൽ കമന്റ് വരുന്നത്. അതാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം. അപ്പൊ ഇത് തന്നെയാണ് എല്ലാവർക്കും കിട്ടുന്നൊരവസ്ഥ. പക്ഷെ അതൊക്കെ ആ കമന്റ് ഇടുന്ന അക്കൗണ്ടുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ എന്താ പറയുക അത്രയും നന്നായിട്ട് മാനേജ് ചെയ്യുന്ന അക്കൗണ്ടാണെന്ന് പറയാൻ പറ്റില്ല. ഈ കുറേയൊക്കെ ഫേക്ക് അക്കൗണ്ടും ചിലവർക്ക് ഒരു ഇതുണ്ടല്ലോ, അതായത് അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് അവരെ കാണിക്കുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് എൻ്റെ വീഡിയോസിൻ്റെ കമൻ്റ് അല്ല, ബാക്കിയുള്ളവരുടെ വീഡിയോസിൻ്റെ ഒക്കെ കമൻറ്റ് കാണുമ്പോഴേ ആരും അങ്ങനെ പ്രതികരിക്കാറില്ല. കാര്യം ഇപ്പം അതങ്ങനെ നോക്കിയിരിക്കാൻ പോയാൽ ചിലപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ അന്നത്തെ ദിവസം പോയി കിട്ടും. എന്തായാലും നമ്മൾ തന്നെ ചിന്തിക്കുക, വെറുതെ ആണെങ്കിൽ ഒരു കമൻറ്റ് ഇടുമ്പോൾ അല്ല അങ്ങനെ ഉണ്ടോ അല്ലേ, നമ്മൾ വെറുതെ ചിന്ത കയറുമ്പോഴേ അങ്ങനെ കമന്റ്സുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ തളരുന്ന ഇല്ല. അതാ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഇപ്പം അങ്ങനെ എനിക്കിപ്പോൾ എന്താ പറയാ അല്ല ചിലവരുണ്ട് ഈ പറഞ്ഞ പോലെ ഇപ്പം ചോദിക്കുന്ന ചോദ്യമാണ്, അയ്യോ ഇത് പ്രായമായില്ലേ, സത്തില്ലേ എന്ന് ചോദിക്കണ. അതാ ഞാൻ നമ്മുടെ വല്ല ശത്രുക്കളാണോ ഇതാരാണ് ഈ കമന്റ് ഇട്ടത്? അപ്പൊ ഞാൻ വിചാരിക്കും അല്ല അത് 12 വർഷമായി ഇൻഡസ്ട്രിയിൽ വളരെ കുഞ്ഞായിരുന്നു തുടങ്ങി. ഞാൻ വെറുതെ പറഞ്ഞത് അല്ല അതിലോട്ടേക്ക് ഇനി വന്നത്. അതെ അന്ന് ശരി കേട്ടോ, അന്ന് ശരിയാ, അന്ന് സ്റ്റാർട്ടിങ് ആണ്. അതെ. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ ചിലർക്ക് ഭയങ്കര ഒരു മേക്ക് ഓവർ ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞ വെയിറ്റിന്റെ മാത്രമല്ല ഫേസിലാണെങ്കിലും നമ്മളിപ്പം പിന്നെ എനിക്ക് ഒരു വർക്കൗട്ട് കൊണ്ട് ഫേസിലും നമ്മുടെ ഒക്കെ ചേഞ്ച് വരും കേട്ടോ. ഉറപ്പായിട്ടും വരും എന്ന് പറഞ്ഞാൽ കാര്യം അതാണ്. ഇപ്പോൾ ചില പോസ്റ്റുകൾ കാണാറില്ലേ, അതായത് ഈ ജിം എങ്ങനെ ട്രാൻസ്ഫോം ചെയ്തിരുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ചബ്ബിയായിട്ടുന്ന സമയത്ത് ആളിങ്ങനെയാണ്, ഇത് എന്തെങ്കിലും സർജറി ഇതൊന്നുമല്ല. ഈവൻ ആണുങ്ങൾ പോലും ഭയങ്കര ചേഞ്ച് ആയിട്ടുള്ളവരുണ്ട് അങ്ങനെ. അപ്പോൾ അത് ശരിക്കും നമ്മുടെ ടോട്ടൽ ബോഡിക്ക് ചേഞ്ച് വരുമ്പം ഈവൻ നമ്മുടെ ഫേസ് അതിനകത്ത് വരുന്നതാണല്ലോ. അങ്ങനെയുള്ളൊരു ചേഞ്ചും. അപ്പം അത് കമൻസ് ഇങ്ങനെ കാണുമ്പം ഞാൻ പിന്നെ ചിലത് മിക്കപ്പോഴും ഇങ്ങനെ ഇഗ്നോർ ചെയ്യും. കാര്യം ചിലത് മൈൻഡ് ചെയ്യേണ്ട. പക്ഷെ എൻ്റെ വീട്ടിൽ അമ്മയ്ക്കൊക്കെ ചില സമയത്തും ഇങ്ങനെ നോക്കാറുണ്ട്, അവരങ്ങനെ കമന്റ് ചെയ്തു, അത് കമന്റ് ബോക്സ് എന്നാ അമ്മ ഞാൻ എൻ്റെ എല്ലാ വീഡിയോ അമ്മയായിട്ട് കൊളാബ് ചെയ്യാറുണ്ട്. അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഞങ്ങളിങ്ങനെ എല്ലാ വീഡിയോ അങ്ങനെ ഇടാറുള്ളത് അങ്ങനെ. അപ്പൊ അമ്മ ഇങ്ങനെ ഇടയ്ക്ക് പറയും എന്തെങ്കിലുമൊക്കെ. പക്ഷെ എന്നാലും ഞാൻ പിന്നെ അങ്ങനെ പിന്നെ ചിലത് അത്രയ്ക്ക് മോശമാണെങ്കിൽ ഞാൻ ആ കമന്റ് എടുത്ത് കളയും. അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു, വേറെ ഒന്നുമില്ല. ഞാൻ റെസ്പോണ്ട് എന്താ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് ഞാൻ പിന്നെ നമ്മൾ അവിടെ ഇരിക്കേണ്ടി വരും. അതങ്ങനെ പോവുള്ളൂ എന്തായാലും. അത്രേ ഉള്ളൂ. മോഡലിങ്ങിനോടുള്ള ഇഷ്ടം എപ്പോൾ മുതൽ തുടങ്ങിയതാ? പണ്ട് മുതലേ ഉണ്ടോ? മോഡലിങ് ഇതുപോലെ തന്നെ നമ്മളുടെ നമ്മളിപ്പം ആക്ടിങ് ചെയ്യണ സമയത്ത് തന്നെ നമ്മൾ ഈവൻ സ്റ്റിൽസ് എടുക്കുമല്ലോ. നമുക്ക് സ്റ്റിൽസ് ഇതിൻ്റെ ഒരു ഭാഗമായിരിക്കും എന്തായാലും. അപ്പം അത് കൂടുതൽ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയേണ്ടി വരും മോഡലിംഗ്. അല്ല പിന്നെ നമുക്ക് ഇടയ്ക്ക് ആഡ്സ് വരുമല്ലോ. നമുക്കിപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിനും നമ്മൾ ആഡ് എൻക്വയറീസ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഒരു മോഡലിങ്ങിൻ്റെ ഭാഗമാണല്ലോ അതിനകത്ത്. അപ്പോൾ അങ്ങനെ പിന്നെ ഇപ്പോൾ കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. ഇപ്പം എന്തായാലും നമ്മളുടെ ടെലിവിഷനും ഫിലിംസൊന്നും അല്ലെങ്കിലും ഇങ്ങനത്തെ പ്രൊമോഷൻസ് വരുമ്പം ഇതിലെല്ലാം നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ്. അങ്ങനെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആക്ട് ചെയ്യണവരെന്തായാലും ഇത് ഇഷ്ടപ്പെടും. പിന്നെ കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ. ഈസി എന്നല്ല, അങ്ങനെയല്ല. അതായത് ആക്ടിങ് ഒക്കെ ചിലപ്പോൾ നമ്മൾ ടെലിവിഷനൊക്കെയാണ് നമ്മൾ ഒന്ന് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന സമയത്ത് ഇത്ര ദിവസം നമ്മൾ കൊടുക്കണം. നമ്മുടെ കൂടെ തന്നെ വർക്ക് ചെയ്ത പല ആർട്ടിസ്റ്റുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് പരിപാടി വിടുകയാണ്, ഇനിയിപ്പോൾ പോയിട്ട് ഞങ്ങൾ ഇത് ചെയ്യാണ്, അതാണ് കൂടുതൽ കംഫർട്ട് എന്ന് പറഞ്ഞിട്ട്. കാര്യം നമുക്കിപ്പോൾ ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം പേയ്മെന്റ് കൂടുതലായിരിക്കും. ഞാൻ ഇപ്പോൾ കുറേ ഓപ്പർച്യൂണിറ്റി കൂടി കൊണ്ട് എല്ലാം ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞു മറ്റേന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. മോഡലിംഗ് 2-3 ഡേയ്സ് എടുത്ത് അങ്ങനെ നീണ്ടു പോകില്ലല്ലോ അതങ്ങനെ. ഓക്കെ. ഇപ്പോൾ സിനിമ ചെയ്തു, സീരിയൽ ചെയ്തു, രണ്ടും ചെയ്തായിരുന്നു. എനിക്കൊരു സിനിമയേക്കാളും കുറച്ചും കൂടി സീരിയലിലാണ് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് കുറച്ചും കൂടി പ്രാധാന്യം ഉള്ളത്. അപ്പോൾ സ്ത്രീകൾക്ക് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ളത് സിനിമയെക്കാളും സീരിയലാണെന്നുള്ളൊരു അഭിപ്രായമുണ്ടോ? സിനിമയെക്കാളും സേഫ് എന്ന് പറയുമ്പോൾ അവസരങ്ങൾ കുറച്ചും കൂടി കിട്ടുന്നു, അല്ലെങ്കിൽ റോൾസ് കിട്ടുന്നുണ്ട്. സീരിയലാണെന്നോ അവസരങ്ങൾ?
അല്ല സീരിയലിൽ അവസരങ്ങൾ കിട്ടുന്നുണ്ട്, അതുണ്ട്. എല്ലാവർക്കും എനിക്ക് തോന്നുന്ന പോലെ കൂടുതലും ലേഡീസ് ക്യാരക്ടേഴ്സ്. അല്ല ഇപ്പം നമ്മളൊരു സീരിയൽ എടുത്തോ തന്നെ, ട്രെയിലർ എടുത്ത ഒരു സീരിയൽ ടീച്ചർ എടുത്ത് നോക്കിയാൽ തന്നെ അതിനകത്ത് എത്ര ലേഡി ക്യാരക്ടേഴ്സ് വരും നമുക്ക് എണ്ണയൊക്കെ അറിയാം. മാർക്കറ്റ് ചെയ്യുന്നത് തന്നെ ഇവരുടെ ഒരു അത്രേ ഉള്ളൂ. അതെപ്പോഴും അങ്ങനെ തന്നെ. അത് അങ്ങനെ എന്താ പറയാ, അങ്ങനെയാണ് ആളുകൾക്ക് ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു. സീരിയൽ ഇഷ്ടപ്പെടുന്നത് തന്നെ അതിനാന്ന് തോന്നുന്നു. അല്ലാണ്ട് അത് ചേഞ്ച് ചെയ്യാൻ പോകണില്ല. സ്റ്റോപ്പ് എന്താ പറയുക, ഒരു പാറ്റേൺ പോലെ. ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ താഴത്തെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ എങ്ങനെ ചെയ്യാനാണ് നമ്മൾ ആലോചിക്കുന്നത്, നിങ്ങളുടെ അഭിപ്രായം അല്ല. അത് നമ്മളെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ സീരിയൽ കാണാറുണ്ടോ? കാണുന്നത് കുറച്ച് കുറവാണ്. അല്ല എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ സീരിയൽ കാണും. എന്നാൽ അപ്പുറത്ത് ഇപ്പുറത്തൊന്നും പോയിട്ട് കാണില്ല. എന്നറിയാം, നമുക്കറിയാം ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണിക്കുന്നതിൽ ഡ്രാമാറ്റിക് ആണ്, നാച്ചുറൽ പരിപാടികളൊന്നും പിടിക്കാൻ അങ്ങനെ പറ്റില്ല, ലൈവ് അല്ല, അങ്ങനെ കുറേ ഉണ്ട്. ഒരു ശരിക്കും നമ്മുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തു. ഇപ്പം ഞാനായിട്ട് പറയുന്നതല്ല, നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ വീക്കിലി ഉണ്ടോ മനോരമ വീക്കിലി, ഇങ്ങനെ വീക്കിലീസിൽ നമ്മുടെ നോവൽ വരുമല്ലോ, ഈ നോവലിലെ ഡയലോഗ് ഉണ്ടല്ലോ, ഇതേ പാറ്റേണിൽ തന്നെ ഇരിക്കും നമ്മുടെ സീരിയൽ ഡയലോഗ്. അതായത് കുറച്ച് വ്യത്യാസങ്ങൾ വരണമെങ്കിലും ഒരു എന്താ പറയുക, ഒരു പൈങ്കിളി പോലെ. ഇപ്പൊ കുറേയൊക്കെ വ്യത്യാസങ്ങളുണ്ട്, കുറെ പ്രസന്റേഷനിൽ കുറെ വ്യത്യാസങ്ങൾ വരുത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ആ ഒരു മേജർ സംഭവങ്ങളെ ആ ഒരു പാറ്റേൺ പിടിച്ചാണ് പോകുന്നത്. അതെ. ഇപ്പൊ ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് നമ്മൾ രണ്ടുപേരും ഒരു വലിയ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം ചിലപ്പോൾ ഒരു ഭാര്യയും ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരോ അമ്മയോ അച്ഛനോ ഒരിടയ്ക്ക് വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പോയി ഫ്രണ്ടിലോട്ട് നടന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ ഒരിക്കലും നമ്മൾ റിയൽ ലൈഫിൽ ചെയ്യില്ല അങ്ങനത്തെ ഒരു കാര്യം. നമ്മൾ എങ്ങനെയാണ് അങ്ങനെ പറയുള്ളൂ. അപ്പം ഇതിപ്പോ നമ്മളങ്ങനെ സജഷൻ കൊടുത്താൽ ഇവര് പറയും ഇത് നിങ്ങൾ സിനിമയിൽ പോയിട്ട് ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഞാൻ സൂര്യയിൽ ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു, എൻ്റെ മാതാവ് എന്നൊരു പ്രൊജക്ട്. എൻ്റെ മാതാവ് സൂര്യയിൽ നല്ല അത്യാവശ്യം നന്നായിട്ട് പോയ പ്രൊജക്ട്. അപ്പം അതിനകത്ത് നമ്മുടെ ഡയറക്ടർ വേണുചേട്ടൻ ഇങ്ങനെ ഞാൻ ചെയ്തപ്പോൾ ഒരു സീൻ ചെയ്ത് പറഞ്ഞു, ഇത് നീരജ സിനിമയിലൊക്കെ ചെയ്ത് നന്നായിരിക്കും, ഇങ്ങനെയൊക്കെ അഭിനയിച്ചു. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചിലപ്പോൾ ഡയലോഗ് ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഇത്തിരിയും കൂടെ വേറെ രീതിയിലൊക്കെ നോക്കും അങ്ങനെ. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, അത് അവർ പറയുന്ന ആ മീറ്റിൽ തന്നെ നിൽക്കണം. അപ്പോൾ അവിടെ ആ ഒരു ഫ്രീഡം കുറവുണ്ട്. അപ്പോൾ അത് പക്ഷെ പുറമേ നിന്ന് കാണുന്നവരായിരിക്കും സീരിയൽ നടികളല്ലേ, അല്ലെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ അഭിനയിക്കുള്ളൂ അങ്ങനെ കരുതും. അങ്ങനെയല്ല, അവരങ്ങനെ ആക്കി മാറ്റുന്നതാണ്. ഓക്കെ, ഞാൻ ഒരു ഫോട്ടോ ഇവിടെ കാണിക്കാവേ. ഇത് പാർട്ട്നേഴ്സ് ഇപ്പം ഞങ്ങൾ പ്രൊമോഷൻ്റെ ടൈമിന് എടുത്തതാണ്. പ്രസ് മീറ്റിൻ്റെ ടൈമിന് ധ്യാൻ ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ അത് ഈ പ്രസ് മീറ്റ് ടൈമാണല്ലോ ഇപ്പം നമ്മൾ ഒരുപാട് ഇന്റർവ്യൂസ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ഒരുപാട് ഇപ്പൊ ഞങ്ങള് പ്രൊമോഷൻ ടൈം ആണെങ്കിലും എനിക്കൊരു സാരി കൊടുത്ത് പച്ച അന്ന് വേറൊരാളും ഉണ്ടായിരുന്നു അവിടെ. അവരോട് 2-3 പേര് പച്ച ഉണ്ടായിരുന്നു. അങ്ങനെ വിട്ടു വന്നത്തേക്കും എന്താ പറയാ, അങ്ങനെ കളർ അങ്ങനെ ആയതാണ്. ധ്യാൻ ചേട്ടനെ പറ്റി പിന്നെ പടം അല്ല ഫോട്ടോ കാണിച്ചോണ്ട് ഞാൻ പറഞ്ഞു, ധ്യാൻ ചേട്ടൻ ഈ പറഞ്ഞ പോലെ അറിയാലോ, എല്ലാം കാണുന്നതല്ലേ, ഇന്റർവ്യൂസ് ഒക്കെ കാണുന്നതല്ലേ, അവരങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അവർ ഭയങ്കര അത്രയും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു അവരെ കൊണ്ട് അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു അവർ ഇത്രയും പടങ്ങൾ ചെയ്യുന്നത്. അവരെ കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടേ എനിക്ക് തോന്നുന്നില്ല ഒരാളും പറഞ്ഞങ്ങനെ ഒരു കമന്റ് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഈ നിങ്ങൾ ഇന്റർവ്യൂലൊക്കെ കാണുന്ന പോലെ തന്നെയാണോ സെറ്റിലും? അല്ല, അതാ ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ സെറ്റിലൊക്കെ പോകുമ്പോഴത്തേക്ക് അങ്ങനെ വന്നിട്ട് സംസാരിക്കില്ല. അപ്പോൾ ഇതുപോലൊക്കെ തന്നെ ഇപ്പം നമ്മുടെ ഇപ്പം എന്താ പറയുക, ചിത്ര സംസാരിക്കുന്നു. ചിത്രയോട് ഇപ്പോൾ ഒന്ന് നേരിട്ട് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എങ്ങനെയാണോ ഇതുപോലെ തന്നെ നമ്മൾ ലൊക്കേഷനൊക്കെ നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ടൈം കാണുന്ന ഒരാളെന്നുള്ള ഒരു ഇതില്ല. അങ്ങനെയൊന്നുള്ള പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ല. ഈ മോഡലിങ്ങിനോട് ഒരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഈ മോഡലിങ്ങിന് വരുമ്പോൾ എനിക്ക് എൻ്റെതായ ഏത് വർക്കാണെങ്കിലും, ഇപ്പം മോഡലിംഗ് എന്നല്ല ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പോൾ ചില എക്സ്പോസ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന ചില ഇതുണ്ട്, സബ്ജക്റ്റ് അല്ല, ചില ഷൂട്ടും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് മോഡലിംഗ് ആയിരിക്കാം, വർക്കായിരിക്കാം. ചിലർ വിളിച്ചിട്ട് തന്നെ പറയുന്നത് ഇങ്ങനെ ആയിരിക്കാം. പക്ഷെ അത് നമ്മളെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വർക്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എങ്ങനെയാണ് എന്ന് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്കെപ്പോഴും അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അവരുടെ കണ്ടന്റ് കാണുമ്പോൾ മനസ്സിലാവും. അതാണ് അങ്ങോട്ടേക്കാണ് ഫോക്കസ് മുഴുവൻ പോകുന്നത്. നമുക്ക് തന്നെ തോന്നാറുണ്ടോ ഇത്രയ്ക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഒരുപാട് പേർക്ക് പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. എന്നാൽ പിന്നെ ഞങ്ങളും അല്ല ഒരു ധൈര്യം. ഇപ്പം ഞാൻ വേറൊരു കാര്യം പറയാം, അത് ഇതൊരു എക്സ്പോസ്ഡ് ആവുന്നൊരു ഏരിയയെ പറ്റിയാണ് സംസാരിച്ചത്. ഇപ്പോൾ ഞാൻ IBBF കോമ്പറ്റീഷൻ ഇറങ്ങിയിട്ടുണ്ട്, അതായത് 2021 ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് നമ്മൾ മോഡൽ ഫിസിക്കൽ കാറ്റഗറിയിലാണ് മത്സരം. അതായത് മോഡൽ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ബോഡി ബിൽഡിംഗ് ഒന്നും അല്ല, നമ്മുടെ ഒരു BMI മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ നല്ല സിമെട്രി, നല്ല പെർഫോമൻസ്, സ്റ്റേജിൽ റാമ്പൊക്കെ എല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിടുന്ന കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഈവൻ ഒരു ട്രാക്ക് പോലത്തെ ഒരു കോസ്റ്റ്യൂമാണ് വരുന്നത്. അപ്പം ഈവൻ പോയി കഴിഞ്ഞാൽ ഷോർട്സ് ഇട്ട് നമുക്ക് പോകാം, ഷോർട്സ് സ്പോർട്സ് ഇതിലൊക്കെ വരാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇവിടെ എറണാകുളം അതായത് ഈ
കോമ്പറ്റീഷൻ വരുന്നത് ഞാൻ ചെയ്തത് IBBF-ന്റെ മിസ്റ്റർ എറണാകുളത്തിൽ വുമൺസ് മോഡൽ ഫിസിക്കലാണ് ഞാൻ മത്സരിച്ചത്. അപ്പോൾ അങ്ങനെ 2 വർഷം ചെയ്തപ്പോഴും നമ്മളുടെ കൂടെ അന്ന് ഫസ്റ്റ് കിട്ടിയ കുട്ടിയൊക്കെ ഈ കോസ്റ്റ്യൂമാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ അതായത് മിസ്റ്റർ എറണാകുളം കേരളം നിന്ന് എടുത്ത് നോക്കണം, ഈ കഴിഞ്ഞ 2 വർഷം ബിക്കിനി, അതായത് നമ്മൾ നാഷണൽ ലെവലിൽ ആളുകൾ ചെയ്യുന്ന പോലെ അത് 2 പീസ് ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ പക്ഷേ മോഡൽ ഫിസിക് എല്ലാ കാറ്റഗറി അത് ബോഡി ബിൽഡിംഗ് ആയി എന്ന് പറഞ്ഞാൽ, അതായത് ഒരു മെൻസ് അതായത് ആ സ്ട്രക്ചറിലേക്ക് ലേഡീസിൻ്റെ ഒരു അപ്പിയറൻസ് ടോട്ടലി മാറ്റിയിട്ട് അങ്ങനെയാണ് അവർ ഇറങ്ങുന്നത്. അപ്പം ആ ഒരു കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ ഇതിനകത്തൊരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നൊക്കെ ഇരിക്കുന്ന ആൾക്കാർ കാണുന്നേ ഉള്ളൂ. ഇതൊരു വലിയ ക്രൗഡാണ്, ഇവരുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ആ ഒരു കോൺഫിഡൻസ് കാണിക്കാന്ന് പറഞ്ഞാൽ അവരൊന്നും മീഡിയ പേഴ്സൺസ് അല്ല, ഇങ്ങനെ പാഷനായിട്ട് വരുന്ന കുട്ടികളായിരിക്കും. അത് ഭയങ്കര ഒരു ധൈര്യം തന്നെയാണ്. അത് എന്നിട്ട് പോലും ഞാൻ ഇറങ്ങുന്നില്ല, എനിക്കത് കണ്ടിട്ട് പോലും എനിക്ക് അയ്യോ അത് എന്താ പറയുക അങ്ങനെ. പിന്നെ ഞാൻ വെച്ചാൽ നമ്മളങ്ങനെ മെയിൻറ്റെയിൻ ആകണം, അതിന് ഇത്തിരി നല്ല കഷ്ടപ്പാടുണ്ട്. അങ്ങനെയൊക്കെ ആവണമെങ്കിൽ അതിന് അതിൻ്റെതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോഴും നമ്മളുടെ ഒരു കംഫർട്ട് ഇതിലും നമ്മൾക്ക് ഇതുമായിട്ട് വർക്ക് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെയൊക്കെ പോകുന്നത് വെച്ചാൽ നമ്മളൊരു ചിലവർക്ക് ഇങ്ങനെ കുറേ പെൺകുട്ടികൾക്ക് ബോഡി ബിൽഡിംഗ് ഒക്കെ ഇഷ്ടമാണ്, അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെ ആഗ്രഹമില്ല, അത്രയ്ക്ക് ആ ഒരു മൈൻഡ് ഇല്ലെന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞാണ് ഈ എക്സ്പോസിങ് ലെവലിലോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞാണ് നമ്മളുടെ ആ ഒരു കാലഘട്ടത്തിന്റെ മാറ്റം തന്നെയാണ് ശരിക്കും അത്. അങ്ങനെ ഞാൻ വരുന്ന സമയത്ത് മസിലൊന്നും കാണിക്കാൻ പാടില്ല, പക്ഷേ ഈ ഡ്രസ്സ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അതാണ് ഇത്തവണ മസിലൊന്നും ഇല്ല. ഒന്നാമത് ഇപ്പോൾ കുറച്ചായിട്ട് വർക്കൗട്ടൊക്കെ ഒന്ന് അല്ല, ഇനി നമ്മൾ അടുത്തൊരു വർക്കിൽ ഒരു എന്താ പറയുക ഇന്റർവ്യൂ ടൈം എന്തായാലും അല്ല എന്താ പറയുക കുറച്ച് വേറൊരു ഇന്റർവ്യൂ ആയിട്ട് പോകും. ഓക്കെ, ഈ 12 വർഷങ്ങൾ അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ നമ്മൾ ഈ ഫീൽഡിൽ നിന്നപ്പോൾ എപ്പോഴെങ്കിലും ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടോ? വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയാൽ മതിയായിരുന്നു, ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എൻ്റെ കരിയർ ഗ്രാഫ് ഉയരുന്നില്ല, അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ട്? അല്ല, അതെപ്പോഴും ഉണ്ടത്. എനിക്ക് അങ്ങനെ ഒരു സമയത്തൊന്നുമില്ല. അതാ പറഞ്ഞു, ഒരു വർക്ക് നടക്കുമ്പം നമുക്ക് കുഴപ്പമുണ്ടാവില്ല, നമ്മൾ അങ്ങനെ അത്രയും കൺസേൺ ആവില്ല. പിന്നെ ഒരു വർക്ക് കഴിഞ്ഞ് പിന്നെ ഒരു ടൈമിംഗ് ആണ്, ചിലപ്പോൾ വരുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഇങ്ങനെ വരും, ഇങ്ങനെ എന്താ മെർജ് ചെയ്ത് വന്നോലിരിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു സീസണാന്ന് പറഞ്ഞോലിരിക്കും. ഫോട്ടോഗ്രാഫേഴ്സിന് സീസണുണ്ട്, അതുപോലെ നമ്മുടെ എന്ന് പറയേണ്ടിയിരിക്കും. ചിലപ്പോൾ ഒന്നും ഒരു സമയത്ത് ഇങ്ങനെ ഒന്നും വരാത്ത പോലെയൊക്കെ തോന്നും. എപ്പോഴും ഒരു സേഫ്റ്റി എനിക്ക് തോന്നുന്നത് നമ്മളൊരു ബാക്കപ്പ് പ്ലാനും കൂടെ എടുത്ത് വെക്കുക. അതായത് നമുക്ക് വേറൊരു നമ്മളിഷ്ടമുള്ളൊരു കാര്യം കൂടെ നമ്മൾ സൈഡിൽ കൊണ്ടുപോവുക. സൈഡായിട്ടല്ല ഞാൻ പറഞ്ഞ, അതും അതിൽ നല്ല ഫോക്കസ് കൂടെ തന്നെ കൊണ്ടുപോവുക. കാര്യം ഇത് സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം അല്ല, ഇൻകം ആയിട്ട് നോക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ അല്ല, അപ്പം ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ഏത് ഏജിലും ക്യാരക്ടേഴ്സ് വരാം, ചെയ്യാം, നമുക്ക് ലൈഫ് ലോങ് ഇങ്ങനെ കൊണ്ടുപോകാം. നമ്മൾ ഇതിനകത്ത് നിൽക്കാന്ന് മാത്രം. നമ്മളൊന്നൊരാളെപ്പോഴും ഉണ്ടാവണമെന്ന് ആൾക്കാരെ കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആൾക്കാർ ഒരിക്കും ഇതാരാ, ഇപ്പൊ ചിലവരിപ്പോൾ ഈ ഇന്റർവ്യൂ ആണെന്നേക്കും ഈ ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റ് ഇന്ന വർക്കിൻ്റെയാണ്. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മളെപ്പോഴും എന്താ പറയുക ഇങ്ങനെ ലൈവായിട്ട് ഇരിക്കണം ഇതിനകത്ത്. പക്ഷേ ഈ പറഞ്ഞ പോലെ സെയിം ടൈം എന്താ പറയുക, ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ തരുന്ന ഒരു സംഭവം നമ്മുടെ കൂടെ തന്നെ വേണം, ഉറപ്പായിട്ടും വേണം. അതല്ലെങ്കിൽ അത് ചിലപ്പോൾ സ്റ്റേബിൾ ആയിരിക്കും. ഇപ്പം എൻ്റെ സിസ്റ്ററൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രൊഫഷനൊക്കെ ഇഷ്ടമാണ് ആളെന്ന് പറഞ്ഞാൽ. പക്ഷെ അവളുടെ ഒരു എന്താ പറയുക, ഇപ്പം ഇതെല്ലാം ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ലൈക്ക് ഇപ്പോൾ ഒരു ഇൻഫോ പാർക്കിൽ ജോബാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ അങ്ങനെയല്ല, ഞാൻ അന്ന് പണ്ട് ഞാൻ പറഞ്ഞത് ഇതിലൊക്കെ അതിന് മുൻപ് ഞാൻ ആലോചിച്ചത് നമ്മൾ ജോബിലേക്കൊക്കെ പോകും എന്നാണ് ആലോചിക്കണത്. പക്ഷെ ഇതിൽ വന്ന ശേഷം ഇപ്പം ഇൻകത്തിന് വേരിയേഷൻ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇത് വരുന്നത്. ചിലർ വിചാരിക്കും അല്ല മറ്റേ ജോലിയേക്കാളും ഒരുപാട് കിട്ടുമല്ലോ എന്ന്. അല്ല, അങ്ങനെ വരുന്നുണ്ട്. ഭയങ്കര ഹൈപ്പിലേക്ക് വരുമ്പോൾ അത് കിട്ടുകയും ചെയ്യും. അത് അത്രയും ഹൈ ആകും. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു ഫിലിം ഇറങ്ങി ഒരു സമയത്ത് ഭയങ്കര ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സംഭവിക്കാൻ പോകുന്നൊരു കാര്യമായിരിക്കും കുറേ ഇന്നോഗ്രേഷൻസ്, കുറേ പ്രൊമോഷൻസ്. അത് എത്ര നാൾ പോകും, അത് അടുത്ത വർക്കിലോട്ട് നമ്മൾ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഒരു കുറച്ച് മങ്ങിപ്പോകും. അതായത് എന്തെങ്കിലും നമ്മൾ ആ ഒരു ഹിറ്റിൽ നിന്ന് നമ്മൾ അടുത്ത സംഭവം വേറെ എന്തെങ്കിലും കാണിക്കണം, നമ്മൾ വേറെന്തോ അച്ചീവ്മെന്റ് ചെയ്തു എന്ന്. അതാണ് ആളുകൾക്ക് എപ്പോഴും നമ്മളുടെ ഒരു സക്സസ് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. അത് ഇത് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചിട്ട് ഇതിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാനോ? ഇതിലിപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് മെയിൻ നമ്മുടെ ഇതാണ് ഈ മീഡിയ തന്നെയാണ്. അതായത് നമ്മൾ കുറച്ചും കൂടെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഈവൻ ഇപ്പോൾ ഈ സീരിയലിലൊക്കെ ഞാൻ പറഞ്ഞു ഡ്രാമാറ്റിക് ആണെന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ നമുക്കിപ്പോൾ ലൈവായിട്ട് നമുക്ക് പലതും ഷൂട്ട് ചെയ്യാം, നമുക്ക് ചെയ്യാം, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നല്ലേ പറയുന്നത്. ആ ഒരു പരിപാടി ശരിക്കും ഞാൻ അത്ര ആക്റ്റീവായിട്ടില്ല. പക്ഷേ ഇപ്പം അങ്ങനെ ഒരുപാട് നമ്മൾ നടക്കുന്നുണ്ട്, പ്ലാനിങ് ഉണ്ട്. നമുക്ക് ഒരു ലൈവായിട്ട് ഇറങ്ങണം, അതൊരു ഗ്രൂപ്പ് ഫോം ആക്കണം. അത് ഒറ്റയ്ക്ക് ചെയ്യണ ഒരു എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ചില പെൺകുട്ടി അവരൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആണെന്ന് പറയേണ്ടി വരും കേട്ടോ. കാര്യം വെച്ചാൽ അവർ തന്നെ ഇത് ഉണ്ടാക്കി അവർ തന്നെ പെർഫോം ചെയ്ത്. അപ്പം ഞാൻ എനിക്ക് ആരെങ്കിലും ഒരാളെ ക്യാമറ പിടിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ചെയ്ത് വന്നത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. ഒരാൾ സജഷൻ പറയണം, ഒരാൾ ഓക്കെ വെക്കണം, അപ്പോഴേ നമുക്ക് ഒരാശ അത് ഓക്കെ ആണല്ലോ അല്ലേ ഇതങ്ങനെ. അത് ഡയറക്ടർ ഓക്കെ പറഞ്ഞ് നമുക്ക് എപ്പോഴും ചെയ്തിട്ട് നമ്മൾ തന്നെ ചിലതൊക്കെ നമ്മൾ ഇപ്പം എന്താ പറയുക മറ്റേ ചക്ക വീണ് മൂര് എന്ന് പറഞ്ഞ പോലെ ചിലതൊക്കെ ശരിയായി പോകും. പക്ഷെ എന്നാലും നമ്മൾ പറയും ഒരാളുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കറക്റ്റ് ചെയ്യാം. അപ്പം നമ്മുടെ തന്നെ ചില ഫ്രണ്ട്സിനോട് നമ്മൾ പറയും ഇത് ഗ്രൂപ്പായിട്ട് ഇപ്പം ഒരുപാടുണ്ടല്ലോ അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇപ്പം ലൈക്ക് ഇപ്പം നമുക്കറിയാം കരിക്ക് എന്ന് പറയുന്നതാണല്ലോ ഇപ്പം ഇതിൻ്റെ ഭയങ്കര ടോട്ടൽ പോപ്പുലാരിറ്റി നിൽക്കുന്നത്. അത് കഴിഞ്ഞ് കുറേ ചെറിയ ആളുകളും കുറേ മീഡിയാസും ഉണ്ട് ഇപ്പം അങ്ങനെ അങ്ങനെ. അപ്പം അങ്ങനത്തിൽ നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് നിന്നാൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റും. കാര്യം ഇപ്പം എല്ലാ ഡയറക്ടേഴ്സ് എല്ലാവരും നോക്കുന്നുണ്ട്. അതെ ഞാൻ ചില വീഡിയോസൊക്കെ എന്താ പറയുക അവർ ആ ഒരൊറ്റ വീഡിയോയ്ക്ക് അവരുടെ ഒരുപാട് റീച്ചായി പോയിട്ടുണ്ടാവുക. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും നമ്മുടെ മെയിൻ ഡയറക്ടേഴ്സ് എല്ലാവരും തന്നെ വന്നിട്ട് കമൻ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് മനസ്സിലാവും നോട്ടീസ് ചെയ്യുന്നുണ്ട് അവർ. അതെന്താ ആ പെർഫോമൻസ് വന്നത് ഈ ഒരു ഫോർമാറ്റിൽ വീഡിയോ കണ്ടിട്ടല്ലേ, അല്ലെങ്കിൽ അവർ സീരിയലോ സിനിമയിലോ ഒന്നും കണ്ടിട്ടല്ല. അപ്പം അങ്ങനെ ചെയ്യുമ്പം അത് എനിക്ക് അങ്ങനെ ഗുണം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. അപ്പം നമ്മൾ കോൾസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇനി നന്നായിട്ട് ഇറങ്ങുക. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റേ ബാക്കപ്പ് പ്ലാൻ ആലോചിക്കണം. ഇല്ല സോറി പ്ലാൻസിനെ പറ്റിയില്ല എനിക്കത്. അതും ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പോൾ ഒട്ടും താല്പര്യമില്ലാണ്ട് ഇനിയിപ്പോൾ എനിക്കൊരു ജോബ് അങ്ങനെ എനിക്ക് പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും വെറുതെ. എന്താണെന്നറിയാം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഇതിനിടയ്ക്ക് ഞാനൊരു ഏവിയേഷൻ്റെ കോഴ്സ് ചെയ്തിരുന്നു, ക്യാബിൻ ക്രൂ അങ്ങനെ ചെയ്തിരുന്നു. അതും പാഷനായിട്ടല്ല ചെയ്തത്. അതെന്ന് വെച്ചാൽ പ്രൊഫഷൻ ചെയ്യാം അങ്ങനെ. ഇപ്പോൾ എൻ്റെ അച്ഛനൊക്കെ ആണെങ്കിൽ ഇപ്പോഴും നമുക്ക് ഇതൊക്കെ എടുത്ത് തരും. മറ്റേ ഇതുണ്ടല്ലോ മറ്റേ ജോബ് ഓപ്പർച്യൂണിറ്റി വരുമല്ലോ മറ്റേ ഇപ്പോഴും തന്നെ അച്ഛൻ കഴിഞ്ഞ ആഴ്ച കൂടെയൊക്കെ വെച്ചത്. അല്ല അച്ഛനോട് പറയും ഇത് വന്നിട്ടുണ്ട് എയർ ഇന്ത്യയുടെ ആണെന്ന് തോന്നുന്നു മറ്റേ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനപ്പോൾ അപ്പൊ എനിക്ക് പക്ഷെ ഞാനത് കാണാൻ പറ്റില്ല. എന്റെ മനസ്സിൽ ശരിക്കും എന്നാ അറിയാം ഇതിപ്പോ അച്ഛൻ കേൾക്കും, അച്ഛനറിയില്ല ഞാൻ എന്താ വിചാരിക്കണേന്ന്. ഞാൻ പറയും ഇപ്പൊ ജോലിയിലാണ്ടിരിക്കുകയാണോ വീട്ടിൽ പണിയിലാണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ നോക്കിയിട്ട് പൊയ്ക്കോ അങ്ങനെ ആയിരിക്കുന്ന രീതിയിൽ ഞാനപ്പോ ഇങ്ങനെ. പക്ഷെ അവര് വിചാരിക്കണത് സ്റ്റേബിൾ ആയിട്ടൊരു ജോബ് എപ്പോഴും വേണമല്ലോ. അതുകൊണ്ടാണ് ഇപ്പം ഇതിനകത്തൊക്കെ ആണെങ്കിൽ നമുക്കൊരു 50 years വരെ നിൽക്കാൻ പറ്റുന്ന ഇതുണ്ടല്ലോ ചില ഇതിനല്ലേ, ചില എന്താ പറയുക ഏവിയേഷൻ്റെ തന്നെ ചില ഇതിൽ. അതെല്ലാത്തിലല്ല, അതിലൊക്കെ എയർലി റിട്ടയർമെന്റ് ആണ്. പക്ഷെ അപ്പൊ അതാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു എന്താ പറയാ, പക്ഷെ കുറച്ചും കൂടെ എനിക്ക് സ്റ്റേബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കണ്ടുപിടിക്കണം എന്തായാലും. എനിക്ക് പല ആർട്ടിസ്റ്റുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലെ. ഇപ്പൊ അച്ഛൻ ഇത് അയച്ചു തന്നു എന്ന് പറഞ്ഞില്ല, അതുപോലെ ബന്ധുക്കൾ ഇപ്പൊ പുതിയ സിനിമയൊന്നും ഇല്ലേ, പുതിയ വർക്കൊന്നും ഇല്ല. അത് വലിയ ശല്യം. അത് അങ്ങനെയാ. അതെന്താന്ന് വെച്ചാൽ വർക്ക് ഉണ്ടെങ്കിൽ അവര് മൈൻഡും ചെയ്യില്ല. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഈ പ്രോജക്റ്റ് പാർട്ട്നേഴ്സൊക്കെ സമയത്ത് വന്ന ടൈമിനാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എല്ലാവരും നോട്ട് ചെയ്തിട്ട് പറഞ്ഞു എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ഫ്രണ്ട്സ് അല്ല റിലേറ്റീവ്സ് ആണ് ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോൾ ഇവരോട് ചോദിക്കും ഇപ്പം നീരജ് ചെയ്ത വർക്ക് ചെയ്യുന്നത്. അപ്പം അല്ലേ നമ്മളെന്തെങ്കിലും പ്ലാൻ ഉണ്ടാകും. ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പം നമ്മുടെ ഒരു വെബ് സീരീസിൻ്റെ ഇത് വരുന്നുണ്ട്, നമ്മൾ ചെയ്യാനുള്ള പ്ലാനില്ല. അപ്പം അങ്ങനെ വരുന്നുണ്ടാവും. ഡെയിലി വർക്കല്ലോ, ചിലപ്പോൾ കുറച്ച് ബ്രേക്ക്. അതെ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം അത് കൂടുതൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളുടെയൊക്കെ ഒരു ഫാമിലിയുടെ ഇത് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ടോട്ടൽ റിലേറ്റീവ്സ് എടുത്തുമ്പോൾ ചില ആളുകൾ എന്നാൽ അവരുടെ ഇപ്പം ഞാൻ പറയുകയാണ് ഇത് എല്ലാവരും മക്കളെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര സക്സസ് ആവണമെന്നില്ല. പഠിച്ചിട്ട് ജോലിക്ക് പോകാത്തവരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമ്മളത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഭയങ്കര ബെറ്ററാ. കാര്യം നമ്മളൊക്കെ ഒരു എന്താ പറയുക ചെറിയ പ്രായത്തിൽ വന്നിട്ട് ഏണിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ. പക്ഷെ അവർക്ക് അപ്പോഴും അവർ കണ്ടുപിടിക്കണം വെച്ചാൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ റിലേറ്റീവ്സ് വളരെ സപ്പോർട്ടായിരുന്നു എന്ന് പറയുന്ന ഒരാളും പറഞ്ഞിട്ടുണ്ടാവില്ലെന്ന് പറഞ്ഞു. അപ്പൊ അത് തന്നെ സംഭവിക്കണേന്ന് വെച്ചാൽ ഗായത്രി സുരേഷായിട്ട് എന്തെങ്കിലും റിസംബ്ലൻസ് എല്ലാം പറയുന്നുണ്ട്. ഞാൻ അത് പറയുന്നുണ്ട്, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നിയിട്ടുണ്ടോ പറഞ്ഞു അത് ഫോട്ടോസിൽ ചില ഫോട്ടോസിൽ ഇങ്ങനെ ചെറിയൊരു നമുക്ക് തോന്നും നമുക്ക് പെട്ടെന്ന് ഒരു ലുക്കിൽ ഇങ്ങനെ അവരൊരു ചിലപ്പോൾ ഒരു മാൻവിസം അങ്ങനെ കൊടുക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്. പക്ഷെ ശരിക്കും എനിക്ക് തോന്നുന്ന വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞാലും എനിക്ക് തോന്നുന്ന ആള് സംസാര രീതി ആളും വളരെ ഡോക്കറ്റീവാണ്. ഉണ്ട് അല്ലേ, പിന്നെ ആള് വളരെ ഡോക്കറ്റീവാണ് എൻ്റെ പോലെ. എങ്ങനെ അതാണ് അതൊരു കുഴപ്പമൊന്നുമല്ല. അതൊക്കെയാണ് പെട്ടെന്ന് സിമിലാരിറ്റി വരണമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം ഞാനൊരു ഇൻട്രോവേർട്ട് ക്യാരക്ടർ ആണെങ്കിൽ ഒരിക്കലും തോന്നില്ല. നമ്മളുടെ റെസ്പോൺസ് വേറെയാണ്, നമ്മളുടെ ഒരു ടോക്കിംഗ് സ്റ്റൈൽ വേറെ ആണെങ്കിൽ ഒരിക്കലും തോന്നില്ല. ഇതെനിക്ക് തോന്നാറുണ്ട് ചില സമയത്ത് ഗായത്രി ഇന്റർവ്യൂ ആണെങ്കിൽ തന്നെ അല്ല സംസാരം. പക്ഷെ ആള് ശരിക്കും തൃശ്ശൂർ ആയതുകൊണ്ട് ശരിക്കും ആ സ്ലാങ് കിടക്കുന്നുണ്ട്. തൃശ്ശൂരുണ്ട്. ഞാൻ പിന്നെ ഏത് ജില്ലക്കാരിയാണെന്ന് എന്താ പറയാ കുറച്ച് അങ്ങനെയല്ല കൊച്ചിക്കാരി തന്നെയാണ്. ഞങ്ങളുടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ചില ആളുകൾ പറയും ഇതെന്തോ അങ്കമാലി പോയിട്ടില്ല പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല, ഇടയിലൊക്കെ നിൽക്കുന്ന ഒരു ഭാഷയാണ്. ഇതുപോലെ റിലേറ്റീവ്സിന്റെ കാര്യം മാരേജിന്റെ കാര്യം എന്തായാലും ഒരു അടുത്ത ചോദ്യം അല്ലെ മാരേജിന്റെ കാര്യം. അത്
എന്താ പറയാ അതൊക്കെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണമെന്നല്ല. അല്ല അത് എന്തായാലും അത് ഉണ്ടാവും പറയുമല്ലോ എന്തായാലും. എന്റെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണല്ലോ, റിലേറ്റീവ്സിന്റെ അതൊക്കെ അത് കറക്റ്റാണ്. അത് ഞാൻ കഴിഞ്ഞ സമയത്ത് ഒരു കാര്യം പറഞ്ഞതാ. എൻ്റെ അനിയത്തി ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ ആലോചന ഇങ്ങനെ ഇടയ്ക്കൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴേ ഞാൻ പറയും, അല്ല ഇവർക്ക് വേറെ പണി, ഇവരെന്ത് ഇങ്ങനെ ചോദിക്കണേന്ന് ചോദിക്കും. അപ്പം അമ്മ പറയും നാട്ടു നടപ്പാ അത്. ഞാൻ പറയാം എൻ്റെ അമ്മ ആക്ച്വലി HR പ്രൊഫഷൻ വർക്ക് ചെയ്ത് ദുബായിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള അത്രയും ഒരു വർക്കിംഗ് ലേഡി ആയിരുന്നു പറഞ്ഞാല്. അപ്പം ഞാൻ പറഞ്ഞത് അമ്മ ഭയങ്കര മോസ്റ്റ് എന്താ പറയുക സൊഫിസ്റ്റിക്കേറ്റഡ് ലേഡി എന്നല്ല, പക്ഷെ അമ്മ ഇവിടുത്തെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരാൾ തന്നെയാണ്. അപ്പം ഞാനവിടെ നാട്ടു നടപ്പാ. ഞാൻ പറയും ഇവരെന്നിട്ടാണ് ഇവരാണോ നമ്മളെ നോക്കണം? ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ പൈസയൊക്കെ അത്യാവശ്യം വന്നു ഇവരാരെങ്കിലും വിളിച്ചു ചോദിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്ത് നാട്ടു നടപ്പാ എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ എന്നോട് പറഞ്ഞിട്ട് കേൾക്കണ്ട എൻ്റെ അനിയത്തിയോടും ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞത് വീട്ടിലേക്കാണ് കാർന്നവർ എന്ന് വെച്ചാൽ ഒരുപാട് ഏജ് ആയവർ ഒരു സമയം കഴിയുമ്പം അവർക്ക് പിന്നെ കൺസേൺ ഇതാ എല്ലാവരും കെട്ടിച്ചിടുക. ഞാൻ പറഞ്ഞിട്ട് കെട്ടിച്ചിട്ട് നോക്കും, പിന്നെ ശ്രദ്ധിക്കുക, പിന്നെ അത് കഴിഞ്ഞേക്ക് അതുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പം തന്നെ ഒരു കുറേ കണ്ടന്റ് എടുത്ത് നോക്കിയാൽ കുറേ കുട്ടികൾ ഇതായിരിക്കും ചെയ്യുന്നത്. എല്ലാം സെയിം സംഭവം. പക്ഷെ ഞാൻ ആലോചിക്കും ഇപ്പം നമ്മൾ ഇപ്പം ഉണ്ടാവണ ജനറേഷൻ, ഞാൻ പറയും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രായമാകുമ്പോൾ നല്ല ഏജിലാകുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര കൺസേൺ ആവുമോ ഞാനങ്ങനെ ആലോചിക്കട്ടെ. കാര്യം നമ്മളൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ റിലേറ്റീവ്സിനെ വിളിച്ചിട്ട് അവള് കല്യാണം നോക്കണില്ലേ എന്നൊക്കെ ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല. കാര്യം നമ്മുടെയൊക്കെ ഒരു മൊത്തത്തിലൊരു ഇത് വ്യത്യാസം ഉണ്ടല്ലോ. കാര്യം വെച്ചാൽ അതുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് നന്നായി ജീവിക്കുക. അപ്പൊ അവര് ഭയങ്കര ബുദ്ധിമുട്ടിലാവരുത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർ ഡിപ്രഷൻ ഒന്നും ആവരുന്ന് മാത്രം ചിന്തിക്കുള്ളൂ എനിക്ക് തോന്നുന്നു. അല്ലേ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഒരു അല്ലേ രീതി അങ്ങനെയാണല്ലോ. റിലേഷൻഷിപ്പിലാണോ? അല്ല, സിംഗിളാണ് അല്ലേ? അങ്ങനെ ഇരിക്കട്ടെ. ഒരു പ്ലാൻ ഉണ്ടോ വിവാഹത്തിന് അല്ലെങ്കിൽ മാരേജിനെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ട്? ഇല്ല പ്ലാൻ ഉടനെ ഒരു പ്ലാൻ ഒന്നും ഇല്ല. പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പ്ലാൻ ചെയ്ത് സംഭവിക്കണം വെച്ചാൽ ഇപ്പൊ നമ്മൾ പറയില്ല ഇപ്പൊ അടുത്ത വർഷം കല്യാണം കഴിക്കണം അങ്ങനെ എനിക്ക് തോന്നണില്ല. അങ്ങനെ സംഭവിക്കും തോന്നുന്നില്ല. പക്ഷെ അത് സംഭവിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സംഭവിക്കാറ് എനിക്കറിയില്ല. എനിക്ക് പ്രത്യേകിച്ച് അതിനെ പറ്റിയ കമന്റ്സ് ഒന്നും ഇല്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ റിലേഷൻ അങ്ങനെ വർക്ക് ആവാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ചില ആളുകൾ ഫസ്റ്റ് ടൈം ഇഷ്ടപ്പെട്ട് ഫസ്റ്റ് ടൈം എല്ലാം ഓക്കെ ആയിട്ട് പോണ ആളുകളുണ്ട്. പിന്നെ നമ്മൾ ഇൻസ്റ്റ തുറക്കുമ്പോൾ ഡെയിലി കാണുന്നത് ഇത് തന്നെയാണ്. അവർ കല്യാണം കഴിക്കുന്നത്, ഇവര് കല്യാണം കഴിക്കുന്നത്, കല്യാണ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, അവർക്കൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടല്ലേ, നമ്മൾ മാത്രം കാണുന്ന ആൾക്കാർ എല്ലാവരും എന്താ പറയുക കുറച്ച് കഴിയുമ്പോഴേ നമ്മളിപ്പോൾ നമുക്ക് അങ്ങനെ തോട്ട് വരികയാണ് ഇന്നൊരാളുമായിട്ട് അങ്ങനെ വരികയാണെങ്കിൽ ചിലപ്പോൾ അത് ഏതെങ്കിലും വഴിയിൽ അത് ഇതായി ബ്രേക്ക് ആയി പോകും, എന്തെങ്കിലും ഒരു വ്യത്യാസം വരും. അപ്പം ഞാനിങ്ങനെ കഴിക്കുന്നത് നമുക്ക് മാത്രം അങ്ങനെ വരുന്നത് നമുക്ക് ചില വല്ല ടൈമിംഗ് ആയിരിക്കും. ഇപ്പം നമ്മൾ ചിലവർ അല്ലേ ഇപ്പം ചിലവർക്ക് 19 വയസ്സിലായിരിക്കാം, ചിലർക്ക് 18-20 വയസ്സിലായിരിക്കാം. ഇങ്ങനെ ഏത് ഏജിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ റൈറ്റ് ടൈം ആകുമ്പോൾ നമ്മൾ റൈറ്റ് പേഴ്സണെ കാണുന്നത്. പിന്നെന്ന് വെച്ചാൽ നേരത്തെ കല്യാണം കഴിച്ച് ഇരിക്കണേക്കാളും നല്ലത് കറക്റ്റായിട്ട് ആള് ഏത് ഏജിലോ വരുന്നത് അപ്പൊ ചെയ്യുന്നതാണ് അല്ലേ. അല്ലെങ്കിൽ പിന്നെ വെറുതെ നമ്മൾ സഫർ ചെയ്യണ്ടേ അല്ലേ. ബ്രേക്കപ്പിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടോ? അത് ബ്രേക്കപ്പിലൂടെ അതാ പറഞ്ഞ പലതരം എന്താ പറയാ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. കാര്യം ഇപ്പം എന്താ പറയുക ഇപ്പം നമ്മൾ സില്ലി ആയിട്ടൊക്കെ പറയും. ഇപ്പം ചിലർ പറയുമല്ലോ ഇപ്പം നമ്മളുടെ ഒരു എനിക്കറിയുന്ന ഒരു ഫ്രണ്ടല്ല, ഒരു എന്നെക്കാളും എന്താ പറയുക യങ്ങറായിട്ടൊരു പയ്യൻ, നല്ല ബോഡി ബിൽഡിങ് ഒക്കെ ചെയ്യുന്നൊരു പയ്യനായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അത് പറയാൻ പറ്റും. ഒരു ദിവസം ഒരു കഴിഞ്ഞ വർഷമാണ് അതിന് മുന്നത്തെ വർഷം കൊണ്ട് ഈ ബോഡി ബിൽഡിങ്ങിൻ്റെ ഡേ ആയിരുന്നു. അന്ന് ആ കുട്ടി മത്സരിക്കാനുണ്ടായില്ല. ആ കുട്ടി മരിച്ചു, സൂസൈഡ് ചെയ്തു. പക്ഷെ ഇവർ പറയുന്ന സബ്ജക്റ്റ് അന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്, പ്രേമനൈരാശ്യമാണ്. അപ്പം ഇത് കളിയാക്കിയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിക്കണത് ഇവൻ ഇത്രയും ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ട് ഇത്രയും ഇവൻ എല്ലാ തവണയും ഫസ്റ്റ് പ്രൈസ് ഒക്കെ ചെയ്തിരുന്നു. അവൻ യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ ടോപ്പറായിരുന്നു. ഇപ്പം പെട്ടെന്ന് ഈ ഒരാളുടെ പേരിൽ ഇങ്ങനെ മരിച്ചു ഇങ്ങനെ ആലോചിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ എനിക്കറിയില്ല കേട്ടോ, ഇത് റിയൽ റീസൺ അത് തന്നെയാണെന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരിപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ ഞാൻ അങ്ങനെ പറയല്ല, ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഞാനൊരു വെറുതെ ഇരുന്ന് നോക്കിയിട്ടുണ്ട് ഗൂഗിളിലൊക്കെ. അതായത് ഈ ബ്രേക്കപ്പ് അല്ലെങ്കിൽ നമ്മളൊരാളുടെ ലോസ് കാരണം മരിച്ചിട്ടുള്ളവർ, ഇപ്പോൾ നമ്മളൊക്കെ ഒരുപാട് ആൾക്കാർ മരിക്കുമ്പം ഉള്ള റീസൺസ്, സൂയിസൈഡിൻ്റെ റീസൺസ് എന്താണ് അങ്ങനെ നോക്കിയിട്ടുണ്ട് ഞാൻ. അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട് സൂയിസൈഡിൻ്റെ റീസൺസ് എന്താണ്, അല്ല എന്താണ് റീസൺസ് ആൾക്കാർ മോസ്റ്റ്ലി റീസൺസ് തന്നെ. പക്ഷെ കുറേ ആൾക്കാർ ഒരാൾ പെട്ടെന്നുള്ള ലോസിൽ കുറേ ആൾക്കാർ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് അവർ പലത് ആഗ്രഹിച്ചതോ അല്ലെങ്കിൽ ഇപ്പോൾ കടം കയറി മരിക്കുന്നവർ ഒരുപാട് പേര് വേറെ ഉണ്ട്, ഇത് വേറെ ഉണ്ടെന്ന് പറഞ്ഞാൽ. പക്ഷെ ഞാൻ പറഞ്ഞു ഒരു കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹീലാകാൻ പറ്റും. അതൊരു മെൻറ്റാലിറ്റിയാണത്. അല്ല ബ്രേക്കപ്പ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും അതങ്ങനെ. ചിലവർക്ക് ഇനി നല്ലൊരാൾ കിട്ടിയ ഒരാളാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. ശരിയാണ് അല്ലേ. അത് ഞാൻ വെച്ചാൽ ഇപ്പം ഏർലി മാരേജ് കഴിഞ്ഞവരാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല
പിന്നെ അതൊക്കെ ഒന്നും പ്രശ്നങ്ങളില്ലാണ്ട് പോകുന്ന പറഞ്ഞാൽ പറയാം വൈറലിൽ വൺസ് ഇൻ ലൈഫ് ടൈം ഒരാള് പോലും അറിയില്ല അങ്ങനെയല്ല എന്താ പറയാ 1000-ൽ 1 എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും വന്നാലും നമ്മൾ എങ്ങനെ അത് ഓവർകം ചെയ്യാമെന്നത്ര ചിന്തിക്കുള്ളൂ. പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ ചിന്ത. ചില കാര്യം അങ്ങനെ ശരിക്കും നമ്മൾക്ക് പ്രാക്ടിക്കലായോ പ്രാക്ടിക്കൽ അങ്ങനൊന്നും പ്രാക്ടിക്കൽ ആവാൻ പറ്റൊന്നുമില്ല. നമ്മളെന്താ വെച്ചാൽ ഇതിനകത്തൊരു ഞാൻ തന്നെ കണ്ടുപിടിച്ച ചില തിയറികളുണ്ട്. തിയറികളല്ല അങ്ങനെയല്ല. നമ്മളിപ്പോൾ ശരിക്കും കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഇങ്ങനെ ഒരു പരിചയമുള്ളവരോട് ഞാനിങ്ങനെ പറയായിരുന്നു. അതായത് അതല്ല, നമ്മൾക്കൊരു ഹാബിറ്റാണ് നമ്മളുടെ ജീവിതം മുഴുവൻ എന്ന് പറഞ്ഞൊരു ശീലമാണ് അല്ലേ. ഈ നമ്മൾ കാലത്ത് എഴുന്നേറ്റ് മണ്ണിൽ പല്ല് തേക്കുന്നു, ഈ കൈ കൊണ്ട് തേക്കുന്നു, കുളിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നു. ഇത് കുറച്ചൊരു ദിവസം, ഒരു 10 ദിവസം നമ്മൾ ഇങ്ങനെ ശീലം വരുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ബോഡി മൊത്തം ഇങ്ങനെ അല്ല നമ്മുടെ ബ്രെയിൻ എല്ലാം അതന്നെ അഡാപ്റ്റേഷൻ, അതാണ് കറക്റ്റ്, അതിലേക്ക് വന്നു. അപ്പോൾ ഇതേ സെയിം കണക്കിന് തന്നെയാണ് ഫീലിങ്സ്. നമ്മളൊരു ഫ്രണ്ട്, നമ്മളൊരു പാർട്ട്ണറായിട്ട് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പം ഇതുപോലെ നമ്മൾ അഡാപ്റ്റഡ് ആവും. ഇത് ഒരു ദിവസം ബ്രേക്ക് ആവുന്ന പറയുമ്പോഴത്തേക്കും ഇപ്പം എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് നമ്മളങ്ങ് ഇതായി പോവാം. കാര്യം നമ്മുടെ ബോഡീനെ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല, ശീലമായി നമ്മൾ. കാര്യം നമുക്ക് അതെങ്ങനെ നമ്മുടെ സിറ്റുവേഷൻ നമുക്ക് അവർ പോയി അവരില്ല അല്ലെങ്കിൽ അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെ നമുക്കത് ഹാൻഡിൽ ചെയ്യണമെന്ന്. പിന്നെ കുറേ നമുക്ക് പുതിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. ചിലപ്പോൾ എന്തെങ്കിലും വർക്കിൻ്റെ രീതിയിലായിരിക്കാം, പുതിയ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ വേറൊരു ഇതിലേക്ക് കയറുകയാണ്, വേറൊരു ലൈഫിലേക്ക് കയറി വരുമ്പോൾ അത് പതുക്കെ ഗ്രാജുവലി നമ്മളതിങ്ങനെ എന്താ പറയുക, ആ ഒരു കാര്യങ്ങൾ അതിൻ്റെ ഒരു ഇൻറ്റൻസ്, ആ ബുദ്ധിമുട്ടുണ്ടായ ഇൻറ്റൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡൗൺ ആയി കുറഞ്ഞു വരികയാണ്. അങ്ങനെ അതേ സംഭവിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഈ മറ്റേ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് എനിക്കറിയില്ല അതെന്താണ് ആ പരിപാടി എന്നത് എനിക്കറിയില്ല. ഈ ചിലവർ സിനിമയിലൊക്കെ നമ്മൾ പറയില്ലേ പ്രാക്ടിക്കലായിട്ട് കാണുന്നൊക്കെ പറയണത്, അത് അല്ല പ്രാക്ടിക്കൽ ആക്കുക എന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് പറ്റുന്ന കാര്യം എനിക്കിതാ തോന്നിയിട്ടുള്ളത്. അതായത് അല്ലാണ്ട് അതിന് നമുക്കൊരാൾ സപ്പോർട്ട് വേണ്ടി വരും. അല്ലാണ്ട് ഇപ്പം ഞാനൊന്നും നമുക്കൊക്കെ എങ്ങനെയല്ല ബ്രേക്കപ്പ് ഒക്കെ ആണെങ്കിൽ ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിലും ഇത് എന്താണ് ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ, ഇതൊക്കെ ഒരു വിഷയമാണോ അങ്ങനെ വിചാരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്യും, അതും വലിയ കുഴപ്പമാണ്. ഇങ്ങനെയൊക്കെ ഇരിക്കണവരടുത്ത് പോയിട്ട് നമ്മളൊരുപാട് അവരെ ജഡ്ജ് ചെയ്യുമ്പോൾ നിങ്ങളായും ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഷാറ്റേഡായി പോകും. ഉറപ്പായിട്ട് അങ്ങനെ ആവുള്ളൂ പറഞ്ഞാൽ. അപ്പം നമ്മളെ ജഡ്ജ് ചെയ്യാത്ത ഒരു ഫ്രണ്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അപ്പോൾ അവർ നമ്മളെ ഒരു കുറച്ച് മോട്ടിവേറ്റ് ചെയ്ത്, പിന്നെ കുറേയൊക്കെ നമ്മൾ വെർബലി വർക്ക് ചെയ്യില്ല. ഇപ്പം നമ്മൾ ഒരാൾക്ക് പ്രശ്നം ഒന്നിരിക്കാൻ പോട്ടേട്ടാ സാരമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല, അത് വർക്ക് ആവില്ല, അത് ഒരിക്കലും വർക്ക് ആവും. പോട്ടെ സാരമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഇതിപ്പോൾ സാരമില്ല പോട്ടെ എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇനി എങ്ങനെ ഇമോഷനൊക്കെ മാറ്റും, അവിടെയാണ് നമ്മുടെ ഒരു ബ്രില്യൻസ് പറയണത്. അത് ബ്രില്യൻസ് എന്നല്ല പറയേണ്ടത്, അതിനെന്താ പറയേണ്ടത്, അത് ഒരു അഡാപ്റ്റേഷൻ മൈൻഡാണ്. അത് ചിലവർക്കത് ഈസിയാവും, ഇങ്ങനെ ഈസി അല്ലാത്തവർക്കാണ് ഇത്രയും സ്ട്രഗിളിലോട്ടൊക്കെ പോകേണ്ടി വരുന്നത്. നീരജയുടെ ലൈഫിൽ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? അങ്ങനെ ഓരോ പ്രായത്തിലും ഓരോ സ്ട്രഗിളാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു വൃത്തികെട്ട എനിക്കൊരു സ്ട്രഗിൾ എന്ന് പറയുന്നത്, വൃത്തികേട് എന്ന് പറഞ്ഞാൽ വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ ചെറിയ പ്രായത്തിൽ ഒരു 6th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കണമെന്നില്ല, ഞാനിങ്ങനെ എൻ്റെ വീട്ടിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ അച്ഛനോ അമ്മയോ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നമോ ബുദ്ധിമുട്ടപ്പോൾ നമ്മൾ കൂടുതലും പാരൻസ് ആയിട്ടുള്ള വളരണേ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, അതായത് ഞാനിങ്ങനെ രാത്രി കണ്ടിട്ട് ആലോചിക്കും, അയ്യോ ഇവർ ഹാപ്പിയാണോ, അവർ ഹാപ്പിയാണോ, അവരിങ്ങനെയാണോ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ എൻ്റെ ഉള്ളിൽ കയറിയെന്ന് അറിയില്ല. ഞാനിങ്ങനെ വളർന്നതനുസരിച്ച് ഈ സംഭവം ഇങ്ങനെ കയറി വന്നു, ഈ ഒരു ചിന്ത. ഇത് കാരണം ഞാനൊക്കെ എത്രയോ ദിവസമൊക്കെ വെറുതെ സങ്കടപ്പെട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ അതൊരു തരം അതായത് ശരിക്കും പറഞ്ഞാൽ എന്ത് ചിന്തിക്കാവുള്ളൂ, ഇങ്ങനെ ചിന്തിക്കണം എന്ന് ആരും പറഞ്ഞു തന്നില്ല അല്ലേ. അങ്ങനെ ഇല്ല, ഒക്കെ നമ്മളായിട്ട് ഉണ്ടാക്കുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സോഷ്യോളജി പഠിപ്പിച്ചൊരു സാറുണ്ട്, ഞാൻ കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷാണ് ഇത് ചെയ്തത്. ആ സാറിന് കൈനോട്ടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കോമഡി ആയിട്ട് പോകും. പക്ഷെ പുള്ളി ഇങ്ങനെ പാം റീഡിംഗ് എന്നൊക്കെ നമുക്ക് കുറച്ചിങ്ങനെ എന്താ പറയുക പൊലിപ്പിച്ച് പറയാം. അപ്പോൾ പുള്ളി ഒരു ദിവസം ഞാനിങ്ങനെ ആ സമയത്ത് 2016 ടൈമിന്, അപ്പോൾ ഞാനിങ്ങനെ ഇത് എന്താ പറയുക ഭയങ്കര തോട്ടും ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പം സാറ് ദിവസം ക്ലാസ്സിൽ എന്തോ പറഞ്ഞു, നമുക്കിങ്ങനെ എന്തോ മൈൻഡ് റീഡിങ് എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആ സമയത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൈ കാണിച്ചിട്ട് എല്ലാവരും കാര്യങ്ങളും, അപ്പം നമ്മുടെ കയ്യിൽ കുറേ വരയുണ്ട്, കുറേ വര അല്ലേ, എൻ്റെ ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ കുറേ വര. അതായത് ഈ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാടാകുമ്പം ഇവർ ഭയങ്കര ഓവർ തിങ്കിങ് ആണെന്ന് പറയണത്. അങ്ങനെ അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് ലൈൻസ് ഉണ്ട്. അപ്പോൾ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഓവർ കൺസേൺ കൊണ്ടുള്ള ആ തിങ്കിങ് ആണ്, മനസ്സിലായ. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന മാറ്റർ ആണെന്ന് പറഞ്ഞു, ഇന്ന പോലെ ഇവരൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാൻ അപ്പോൾ എന്ത് പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ അവർ ആലോചിക്കുന്നുണ്ടോ, അതായത് അവർ ചിലപ്പോൾ അവിടെ നിന്ന് റിക്കവർ ആയിട്ടുണ്ടാവും, അവർ വേറെ കാര്യം ചിന്തിച്ച് കിടന്ന് തുടങ്ങിയിട്ടുണ്ടാവും, ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. അല്ല അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുന്നുണ്ട്, ശരി ഗുണം ഉണ്ടാവുന്നില്ല. ഇപ്പം എനിക്ക് സ്ട്രഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ പല സ്ട്രഗ്ലിംഗ്, ഇപ്പോൾ ഈവൻ എൻ്റെ മദർ എന്താ പറയുക വാസ്കുലൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ നടക്കുകയാണ് കുറേ ഇയേഴ്സായി. അപ്പം ഞാൻ
തുടക്ക സമയത്തൊക്കെ വെച്ചാൽ ഇത് ഭയങ്കര പെയിൻഫുള്ളാണ് ഈ അസുഖം എന്ന് പറഞ്ഞാൽ. ഭയങ്കര പ്രാർത്ഥന, ഭയങ്കര ഇത്. പക്ഷെ എനിക്ക് മനസ്സിലായി ഇത് പ്രാർത്ഥന അത് മാത്രമൊന്നുമല്ല, കുറേയൊക്കെ നമ്മൾ റെസ്റ്റും കുറേയൊക്കെ മെഡിസിനും ഒക്കെയാണെന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെയാണ് എനിക്ക് സ്ട്രഗിൾസ് കൂടി വന്നപ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക, ഇപ്പോഴും എനിക്കറിയില്ല അത് ശരിയാണോ തെറ്റാണോന്ന്. ദൈവം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഞാൻ പിന്നെ അങ്ങനെ പതുക്കെ എനിക്കങ്ങനെ എനിക്കറിയില്ല. എനിക്കതൊരു ഞാൻ പള്ളിയിലൊക്കെ പോകും, വല്ലാർപാടും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ചോറ്റാനിക്കര ടെമ്പിൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. അതൊക്കെ വെച്ചാൽ വേറൊരു നമ്മളെ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ നമുക്ക് വേറൊരു അതാണ് ഫീൽ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ നേരത്തെ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുകയാണ്, ദൈവം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിങ്ങനെയൊക്കെ നടക്കണം, ഈശ്വര ദൈവം അവർക്ക് നല്ല തരണം, ഇവർക്ക് നല്ല തരണം, ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കണേ. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊട്ടും വർക്കല്ല, അത് അങ്ങനത്തെ ഒരു പരിപാടി ഒരു കാര്യമില്ല. കാര്യം നമ്മൾ ആ ചെയ്ത് വെക്കണേ നേരെ ഓപ്പോസിറ്റ് നമ്മൾ സംഭവിക്കും, അങ്ങനെ സംഭവിക്കും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ചില ആളുകളുണ്ട്, ചിലർ വിശ്വസിക്കുക അവർ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ലൈഫിൽ നടന്നതാണെന്ന്. നമുക്ക് പിന്നെ ഞാൻ ഒരിക്കലും എന്താ പറയുക മറ്റൊരാളുടെ പെർസ്പെക്റ്റീവിനെയോ എക്സ്പീരിയൻസിനോ ഞാൻ തള്ളി പറയാറില്ല. അതുപോലെ എൻ്റെ അടുത്തും മാറ്റങ്ങൾ വരുത്താൻ എനിക്ക് ഇങ്ങോട്ട് ഇഷ്ടം പറയണത് എനിക്ക് താല്പര്യമില്ല. കാര്യം നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ മാത്രമാണത്. അപ്പം അങ്ങനെ കുറേ സ്ട്രഗിൾസ് കൊണ്ട് ഞാൻ പറയാം. ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ ഇപ്പം എന്താ പറയുക, പിന്നെ വീട്ടിൽ അതുപോലെ അച്ഛൻ കുറച്ചൊക്കെ ആൽക്കഹോളിക് അഡിക്റ്റ് ആയിരുന്നു. അത് ഞാനിതുപോലെ നമ്മുടെ ഒരു ടോക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്രായത്തിൽ നമുക്ക് ഓരോ പ്രശ്നങ്ങളാണ്, ഇങ്ങനെ സ്ട്രഗിൾ തീരുന്നില്ല എന്ന് പറഞ്ഞാൽ നെവർ എൻഡിങ്ങാ അതങ്ങനെ. പക്ഷെ അത് കഴിഞ്ഞ് അതൊക്കെ മാറി. പിന്നെ അത് കഴിഞ്ഞെങ്കിലും നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു സമയത്ത് ഭയങ്കര സ്ട്രഗിളല്ല, ബോഡി ഷേമിംഗ് ഒക്കെ ഒരുവിധം ഓക്കെ എന്നൊക്കെ പറയാം. പിന്നെ ഈ പറഞ്ഞ പോലെ കുറെ ഞാൻ പറഞ്ഞില്ല കുറച്ച് ഇങ്ങനെ ബ്രേക്കപ്പ് ഒന്നും രണ്ടൊക്കെ ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്, ഒരെണ്ണമൊന്നുമില്ല. അപ്പൊ അല്ല വർക്കാവാത്ത അതാ ഞാൻ ആദ്യം പറഞ്ഞ വർക്കാവാത്തെന്ന് വെച്ചാൽ. പിന്നെ അത് ഞാൻ പറഞ്ഞ ചില ആളുകൾ പിന്നെ എന്ന് വെച്ചാലേ അതിപ്പോ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, ചിലയിടത്ത് അങ്ങനെയാണ് എന്താ പറയുക, ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പം ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ഫ്രണ്ട്സ് നല്ലത് നമുക്ക് നല്ല നമ്മളെ പറയാം നമ്മൾ അങ്ങനെയല്ല, നമ്മൾ അറിയാവുന്നതും നല്ല ക്രിട്ടിസൈസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിലും അവരോട് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അതെ അവർ നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറയും. അല്ലാതെ നമ്മൾ പിന്നെ ഞാനായിട്ട് അങ്ങനെ ഇപ്പം നമ്മൾ പറയില്ലേ ഭയങ്കര ഒരു എന്താ പറയുക റോങ് ആയിട്ട് ഒരാൾ ചെയ്യണം എന്ന് അങ്ങനെ ഒരു ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഇപ്പം എന്ത് കിട്ടാൻ വേണ്ടിയും റോങ് ആയിട്ട് ചെയ്തിട്ട് അങ്ങനെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ, അതായത് നമ്മളത്തെ വന്ന ആൾ റോങ് ആണെങ്കിലും നമുക്ക് തിരിച്ച് വിൻ ചെയ്യാൻ വേണ്ടി അത് നേടാൻ എന്തെങ്കിലും വേണ്ടി റോങ് ആയിട്ട് പോകണമെന്ന് വിചാരിക്കുന്ന ആളല്ല. പോവുകയാണെങ്കിൽ പോട്ടെ അങ്ങനെ വിചാരിക്കുന്ന ആളല്ല, ലോസ് ആണെങ്കിൽ പോട്ടെ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ. കൂടുതൽ അങ്ങനെ കോംപ്ലിക്കേഷൻസ് പ്രശ്നങ്ങളോട്ട് പോകാൻ താല്പര്യമില്ല. അങ്ങനെ ഈ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ട് ഈ ട്രസ്റ്റ് ബ്രേക്ക് എന്നുള്ള ഒരു വാക്ക്, അങ്ങനെ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതിനുശേഷം ആളുകളെ വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട്? വിശ്വസിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാട്ടോ. അതായത് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു സ്വഭാവം ഭയങ്കരമായിട്ട് ആദ്യമൊക്കെ നമ്മളിപ്പോൾ സംസാരിച്ചിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു കുറച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നമുക്ക് തോന്നുന്നത് അതേ ഫീലിംഗ് ആണ് ഇപ്പുറത്തെ ആൾക്കും തോന്നണതെന്ന്. അത് വലിയൊരു മണ്ടത്തരമാണ്. അതായത് ഒരാൾ നമ്മൾ സംസാരിക്കുന്ന രീതി പോലും, ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ പോലും നമ്മൾ വിചാരിക്കും ഞാൻ ഇപ്പോൾ ഗോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഒരുപാട് സാധനം ഉണ്ട്. അത് തന്നെ ഞാൻ പറയട്ടെ, ഒരുപാട് വേർഡ്സ് ഉണ്ട്. ഇപ്പോൾ തന്നെ എന്താ പറയുക, നമ്മളിങ്ങനെ ഒരു 5 ദിവസം ചാറ്റ് ചെയ്യാൻ 5 ദിവസമൊക്കെ ഞാൻ വെറുതെ പറയാം അത് ചാറ്റ് ചെയ്യും. അപ്പോൾ ഈ ഇങ്ങനെ ചാറ്റ് ചെയ്യും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും 6-ാം ദിവസം ഒരു ചാറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളെന്താന്ന് വെച്ചാൽ തിരിച്ചെന്താ അല്ലേ 6-ാം ദിവസം നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അപ്പം നമ്മളെ അപ്പോൾ എന്താ ആലോചിക്കണമെന്ന് വെച്ചാൽ ഈ 5 ദിവസം നമ്മൾ വിചാരിക്കണത് നമ്മൾ തിങ്ക് ചെയ്ത് അതേ വേയിലാണ് ഇവർ ചിന്തിക്കണേന്നാണ്. അവിടെയാണ് നമ്മുടെ മണ്ടത്തരത്തിന് തുടക്കം എന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ അല്ല നന്നായിട്ടൊക്കെ പോയിട്ടുള്ള സമയമുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ ഇപ്പം ഞാൻ പറയാം എൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. കാര്യം വെച്ചാൽ നന്നായിട്ട് 1 year 2 year ഒക്കെ പോയിട്ട് അവസാനം വേറെ എന്തെങ്കിലും പ്രശ്നം കാരണം പോയ പ്രശ്നമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പറഞ്ഞ പല അവസ്ഥാന്തരങ്ങളുണ്ട് ഇതിൽ തന്നെ എന്ന് പറഞ്ഞാൽ പല ഉണ്ട്. അതാണ് എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞാണ് ഇപ്പം ഇന്ന് നമ്മൾ ചോദിച്ചെന്താ ആക്ച്വലി ട്രസ്റ്റ് ബ്രേക്ക് ഈശ്വര വിഷയത്തെ തന്നെ മാറുന്നു. അതെ ട്രസ്റ്റ് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെയല്ല ഞാൻ എൻ്റെ അങ്ങനെ ഇപ്പോൾ കുറ്റം പറഞ്ഞല്ലോ കേട്ടോ. എൻ്റെ വീട്ടുകാരാണെങ്കിലും ഞാൻ പറയാം എൻ്റെ അമ്മേനെ അച്ഛനാണെങ്കിലും നമ്മളിപ്പോൾ ഇന്ന് ചെയ്യണ പോലെ തന്നെ നാളെ ചെയ്തതെന്നൊരു ട്രസ്റ്റ് ആരും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. എല്ലാവർക്കും ഒരു ചേഞ്ച് വരും, ഒരു പീരീഡ് ഒരു കാലങ്ങളനുസരിച്ച് ഓരോരുത്തർക്ക് മാറ്റങ്ങളുണ്ട്. അത് ഇപ്പം ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ. അങ്ങനെയല്ല നമ്മുടെ വളർച്ച നമ്മൾ ഒരു ഏജ് ആകുമ്പോൾ എല്ലാവരും നമ്മളെ കാണുന്ന രീതിയും എപ്പോഴും 5 കൊല്ലം മുമ്പ് നമ്മളെ കണ്ട പോലെ അല്ല ഇപ്പൊ ആൾക്കാർ കാണുന്ന വ്യത്യാസമുണ്ട്. അതെ നമ്മൾ വളർന്നുകൊണ്ടായിരിക്കും ഇപ്പഴാ നമുക്ക് മനസ്സിലാവണേ. പണ്ട് നമ്മൾ ചെറുതായിരിക്കുമ്പോൾ നമ്മുടെ മുതിർന്നവർ ഇതേ കൂടെ കടന്നു പോയതായിരിക്കും എന്തായാലും ഉറപ്പായിട്ടും. അപ്പൊ അതൊക്കെ ചിലത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെയല്ല, നമ്മളെ ട്രസ്റ്റ് ചെയ്യാം, നമ്മുടെ കോൺഫിഡൻസ് നമ്മുടെ കയ്യിൽ ഇരിക്കണം എന്ന് പറഞ്ഞാല്. അപ്പൊ അതും എനിക്കൊരു പ്രശ്നം ട്രസ്റ്റ് അല്ല, എനിക്ക് കുറച്ച് സെൽഫ് കോൺഫിഡൻസ് കുറവുള്ള ഒരാളായിരുന്നു. എനിക്കറിയില്ല ഇനിയിപ്പോൾ റിലേഷൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ട് വന്നാണെന്ന് അറിയില്ല.
ഇപ്പോൾ കുറച്ച് ഓക്കെയാണ്. കാര്യം ഇപ്പം നമുക്ക് ഒരു വാലിഡേഷൻ നമ്മളെ പറ്റി വേറൊരാൾ പറഞ്ഞാലേ നമുക്ക് അപ്രൂവൽ ഉണ്ടാവുള്ളൂ എന്നൊരു സംഭവം. അത് ഭയങ്കര എന്താ പറയുക, നമ്മളെ ഡൗൺ ആക്കി കളയുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ഈ ബോഡി ഷേമിങ്ങിന്റെ ഒക്കെ ഇതൊക്കെ വരുമായിരിക്കും ഒരു പക്ഷേ, എല്ലാം കൂടെ ചെറുപ്പത്തിൽ അത് അനുഭവിച്ചുകൊണ്ട് അത് എന്തൊക്കെയോ ആയിട്ട് കയറി വന്നൊരു കാര്യമാണ്. കാര്യം നമ്മളപ്പോഴൊക്കെ ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു സ്കൂളുകളിലൊക്കെ മറ്റിതുണ്ട്, കൗൺസിലിങ്ങും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ. കുറച്ച് വർഷം മുമ്പാക്കൊന്നും ഇല്ല, അങ്ങനെ ഇല്ല. അപ്പം അന്നൊക്കെ ഒരു സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ ശരിക്കും നമ്മളൊക്കെ എന്താ പറയുക, നമുക്കൊന്നും ഇങ്ങനത്തെ ഇത് ഉണ്ടാവില്ല. കാര്യം എല്ലാം ക്ലിയർഡ് ആയിട്ട് പോവാണല്ലോ. ചില കാര്യങ്ങൾ ഉള്ളിൽ കിടക്കുന്നതാണല്ലോ നമ്മൾ പിന്നീട് അല്ലേ നമുക്ക് ബുദ്ധിമുട്ടാവുന്നത്. ട്രസ്റ്റ് എനിക്ക് തോന്നുന്നത് മേ ബി ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. ഇപ്പം നമ്മളൊരാളോട് ചിലരോട് പറയും നമ്മൾ ആരും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ അവർ പറയും അങ്ങനെയൊന്നുമില്ല ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയല്ല, നമ്മളെപ്പോഴും വിചാരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരാം. അങ്ങനെ തന്നെ ഒരു ലെവലിൽ നിൽക്കണതാണ് എപ്പോഴും സേഫ് അതാണെന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ പിന്നെ എന്താണെന്നറിയാം, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഭയങ്കര ഡിപ്പെൻഡഡ് ആയി അങ്ങനെ ഇതായി ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു ദിവസം ഇതെല്ലാം മാറുമ്പം ചിലപ്പോൾ പറയാൻ പറ്റില്ല നമ്മളെപ്പോഴും ഒരേപോലെ ഹാൻഡിൽ ചെയ്യണം എന്നില്ല. അങ്ങനെ ഇപ്പോൾ സിനിമയിലേക്ക് നമുക്ക് വരാം. അപ്പോൾ സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എനിക്കിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ ഇല്ല, സേഫ് അല്ല, പ്രശ്നം ഇവിടെ നിന്ന് പോകണം എന്നങ്ങനെ തോന്നുന്ന ഒരിത് വന്നിട്ടില്ല. ഈ കമൻ്റൊക്കെ വരും കേട്ടോ, കമൻ്റ് അടിയൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അത് പിന്നെ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ നമ്മൾ വെറുതെ വഴിക്കൂടെ നോക്കുമ്പോൾ ആരെങ്കിലും കുട്ടികളൊക്കെ എല്ലാവരും കമൻ്റ് അടിക്കുമല്ലോ, അത് ഞാൻ കാണാറ്. അത് എനിക്ക് വന്നത് മാത്രമല്ല, അല്ലാണ്ട് ഞാൻ കേൾക്കാറുണ്ട്, അങ്ങനെയൊക്കെ കേൾക്കാറുണ്ട്. ഇപ്പം നമ്മുടെ കൂടെ ചിലപ്പോൾ അസിസ്റ്റൻ്റായിട്ട് നമുക്ക് വർക്കിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചേച്ചിമാരൊക്കെ വന്നിട്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇവിടുന്ന് വർക്ക് ചെയ്യുമ്പോഴേ നമ്മൾ ഓരോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ ഇരിക്കണ പ്രൊഡക്ഷൻ കൺട്രോളിലൊക്കെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇരിക്കണം. അല്ലാണ്ട് വെറുതെ നമ്മുടെ ഷൂട്ട് കാണാൻ വന്നവരൊന്നല്ല. അവരെന്തെങ്കിലും കമൻ്റ് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മളായിരിക്കും ഇവർ ഈ വർക്കിൻ്റെ ഭാഗമാണല്ലോ, ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതൊക്കെ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ മറ്റേ പെണ്ണുങ്ങളെ വേറെ രീതിയിൽ കാണുന്ന ഒരാൾക്കാരുണ്ടല്ലോ, ഇവരെന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ താഴെയാണ്, ഇതുങ്ങളെ ഇതെ കൊണ്ട് ഇതേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞത് കമൻറ്റാണ്, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമ്മളത് ഇഗ്നോർ ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷേ സേഫ്റ്റി വേറെ പ്രശ്നം. ഇപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് അറ്റാക്ക് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും വേറെ അങ്ങനത്തെ, എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് അങ്ങനെയൊന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ വരാത്തതും ഒരുപാട് പേർക്ക് അങ്ങനെ വന്നിട്ടുണ്ടാവും. ഈ പറഞ്ഞ പോലെ കോണ്ടാക്റ്റുകളും ഒരുപാട് ഓപ്പർച്യൂണിറ്റിയൊക്കെ ഒറ്റയ്ക്കൊക്കെ നമ്മൾ പോകുന്നവരുണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ തന്നെ എന്താ പറയുക, നമ്മൾ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ പാരൻസ് ഒന്നുമില്ല, അവർ ഒറ്റയ്ക്കായിരിക്കും വരിക എല്ലാ കാര്യങ്ങളും ചെയ്യണത്. എനിക്കറിയാം അവർക്ക് അക്കോമഡേഷൻ ശരിയാവില്ല, അവർ ചോദിച്ച റെമ്യൂണറേഷൻ കൊടുക്കൂല, എല്ലാത്തിനും ഈ പിള്ളേരിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ചേട്ടാ അതെന്താ നിങ്ങൾ തരാത്തത്. പക്ഷെ നമ്മളോട് അമ്മയൊക്കെ വരുമ്പോൾ വെച്ചാൽ ഇവരെപ്പോഴും ഇവർക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം ഇവർ നോക്കുമ്പോഴത്തേക്കും ഇവരുടെ കൂടെയുള്ള പാരൻ്റാണ്, അവരൊരു വർക്കിംഗ് ലേഡിയാണ്, ഒന്നും അധികം പറയാൻ പറ്റൂല എന്ന് വെച്ചാൽ അങ്ങനെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ വരുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. പറഞ്ഞ റെമ്യൂണറേഷൻ കിട്ടാതിരുന്നിട്ടുണ്ടോ ഏതെങ്കിലും? റെമ്യൂണറേഷൻ കിട്ടാണ്ടിരുന്നിട്ടില്ല, വൈകിട്ടൊക്കെ ഉണ്ടാവുള്ളൂ, അങ്ങനെ കിട്ടാണ്ട് പോയിട്ടൊന്നുമില്ല. പിന്നെന്ന് വെച്ചാൽ എപ്പോഴും ഒരേ റെമ്യൂണറേഷൻ അല്ല നമുക്ക്, അതങ്ങനത്തെ ഒരു കാര്യമുണ്ട്. നമ്മൾ കുറച്ച് ഫ്രണ്ട്ഷിപ്പും സർക്കിളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ റെമ്യൂണറേഷൻ കുറയും. അല്ലെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ ഒരു സ്റ്റാർഡം, നമുക്കിപ്പോൾ ഒരു ഭയങ്കര പീക്കിലാണ് നമ്മൾ നിൽക്കണമെങ്കിൽ സ്റ്റാർ വാല്യൂ. പിന്നെ ചില ആൾക്കാർ ഇപ്പോൾ പ്രൊമോഷൻ വർക്ക് ആണെങ്കിൽ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് അറിയില്ല നമ്മുടെ എമൗണ്ട് എന്ന് പറയുമ്പം ഒരാൾ പറയുന്ന എമൗണ്ട് ആയിരിക്കില്ല ഒരാൾ പറയണത്. ചിലർ ഭയങ്കര കുറച്ച് പറയാമെന്നായിരിക്കും, ചിലരായിരിക്കും ഒരു ഇത്ര ചെയ്തിട്ടുള്ളവരാണ്, അപ്പോൾ അവർക്കത് കൊടുക്കണം എന്ന് വിചാരിക്കും. അതാ പറഞ്ഞത്, ഇതിനകത്ത് തന്നെ നമ്മളെ എന്താ പറയുക മുതലെടുക്കാന്ന് പറയില്ലേ, അങ്ങനെ വരുന്ന കുറേ പേരുണ്ട് ഈ ഒരു ഫീൽഡിൽ. അതിപ്പോൾ നമുക്കിപ്പം ഒരിക്കലും ഒരു കമ്പനി ജോബിനും അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഒരു വലിയ കമ്പനിയോട് അവരിക്കും അവർക്ക് കുറച്ച് അങ്ങനത്തെ. എനിക്കറിയില്ല, കോർപ്പറേറ്റിലോട്ടൊന്നും ഞാൻ പോയിട്ടില്ല, പക്ഷെ ഞാൻ പറയാണ്, ഈ സിനിമയിൽ അവസരങ്ങൾ കിട്ടാനായിട്ട് നമുക്ക് ബന്ധങ്ങൾ വേണം, അല്ലെങ്കിൽ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അവസരങ്ങൾ സാധ്യതകൾ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ചില ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടായാലും അവരൊന്നും ഒന്നും തരാൻ പോണില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാര്യം അങ്ങനെയല്ല, ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിലും അവരോടൊക്കെ ചോദിക്കുക, നീ അടുത്ത വർക്കൊക്കെ ചെയ്യുമ്പോൾ വിളിക്കണുണ്ടോ എന്ന് പറഞ്ഞാൽ ആ ശരി എന്നൊക്കെ പറയും. വർക്കാവുന്നവരുണ്ട്, ഞാൻ അങ്ങനെ വിളിക്കുന്നവരുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും അല്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ വിളിക്കണമെന്നൊന്നുമില്ല. പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ ഇവർ നമ്മളെ വിളിക്കണമെങ്കിൽ നമ്മൾ ലൈവായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, നമ്മുടെ വർക്ക് ഇവർ കണ്ടുകൊണ്ടിരിക്കണം. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ഇനി വിളിച്ചിട്ട് കാര്യമില്ല. അതായത് ഇപ്പം നമ്മൾ ഒരാൾക്ക് പറഞ്ഞു നമ്മൾ ഇന്ന വർക്ക് ചെയ്തതാണ്, നമുക്ക് അടുത്ത വർക്കിൽ താല്പര്യമുണ്ടെന്ന് പറയുമ്പോഴും ഓക്കെ ശരി എന്ന് പറയും. പക്ഷെ ഇനി അടുത്തതിൽ അങ്ങനെയല്ലല്ലോ. അപ്പം നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതോ ആയ ഒരു സംഭവങ്ങൾ സെൻഡ് ചെയ്യുക, കാണുക. അപ്പോൾ നമ്മളൊരു വിഷ്വലല്ലേ കാണുന്നതെന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ മൈൻഡിലേക്ക് വരുമല്ലോ. അപ്പം അങ്ങനത്തെ രീതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, എവിടെയാണെങ്കിലും ആർക്കും അങ്ങനെ നമ്മൾ നന്നായി പോകണമെന്ന ആഗ്രഹമൊക്കെ വളരെ കുറച്ച് ആൾക്കാർക്കേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ആ കിട്ടുന്ന സമയം നമ്മളുടെ ടൈമിങ്ങും നമ്മുടെ ടീമും സെറ്റാണെങ്കിൽ
നമുക്ക് ഓക്കെ ആയിരിക്കും, നമ്മളുടെ എന്താ പറയുക, നമ്മൾ സക്സസ്ഫുൾ ആവും എന്തായാലും.